ഓ ഞാൻ കണ്ടൊന്നുമില്ല, പിന്നെ വേറെ പണിയില്ല. ഞാൻ കാണത്തില്ലടോ ഇങ്ങനത്തെ പടം. ഞാൻ പോയില്ല, ടിക്കറ്റ് എടുത്തിട്ട് പോയില്ല. മമ്മൂട്ടി പറ്റിച്ചല്ലതാ, മമ്മൂട്ടിയെ പറ്റിച്ച്. നിനക്കൊന്നുമില്ലല്ലോ. ആര് ഒരിടി ചോരി മറ്റേ ഇന്ന് ടർബോ ആണ് ടിക്കറ്റ് എടുത്തു, പോയില്ല. അവനാ എടുത്ത ടിക്കറ്റ്, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കണ്ടില്ല. കാണാനുള്ള ശേഷിയില്ല, അത്ര ഇടിയൊന്നും കാണാൻ വയ്യ. പിന്നെ ടർബോ എ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതുണ്ടോ? ടർബോ എ സർട്ടിഫിക്കറ്റ് ആണോ മൂവി? എത്ര ഏജ് റെസ്ട്രിക്ഷൻസ് വല്ലതും ഉണ്ടോ? അതില്ല, പക്ഷെ വേണ്ട മൂവിയാണ്. മമ്മൂട്ടിയെ രജനീകാന്തിനെ കാണുമ്പോ ഇമ്മാരുടെ പിടുക്ക് പറയും. ആരുടെയാണെന്നറിയാം? സെൻസർ ബോർഡുകാരുടെ. അവർക്കതില്ലാത്ത പോലെ തോന്നും. എന്താന്ന് എനിക്കറിയത്തില്ല. അതിന് ഇടപാടാ. സെൻസർ ബോർഡ് ഏജ് റെസ്ട്രിക്ഷൻ വെക്കേണ്ട പടമായിരുന്നു ഇത്, പക്ഷെ അത് ചെയ്തിട്ടില്ല. എന്നാടേ അങ്ങനെയൊക്കെ. പടം വലിയ ഗുണമൊന്നും ഇല്ലെന്നും പറയുന്നു. ഒരടിപ്പടം വന്ന് വെറുതെ അങ്ങ് അടിക്കുക. മമ്മൂട്ടിക്കാണ് അടിക്കാൻ വയ്യ. മമ്മൂട്ടിക്ക് ഒരു കൊതിനെ അടിക്കാൻ പോലും വയ്യ. അപ്പോഴാ അല്ലേ ആ വയ്യാത്ത ആളായിട്ട്. ആ തമിഴ് പടമാണല്ലോ. പിന്നെ ചെല്ലു പറയാണ് അവൻ എന്തോ അല്ലേ, എന്തോ ആയിരിക്കും അല്ലേ. എടാ ഇതൊരു കാലത്ത് വലിയ ആദ്യമൊക്കെ കേൾക്കുമ്പോ രസമായിരുന്നു പണ്ടൊക്കെ. അന്നൊക്കെ അതങ്ങനെ കേൾക്കാനുള്ള ഒരു ഇതില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഒരു ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണെന്ന് അറിയാത്തൊരു പയ്യൻ പോകുന്ന പോലെ. അതെ, ആ ചെക്കൻ അതൊന്നും അറിഞ്ഞില്ലേ എന്നൊരു സംശയം. അതേ ഇപ്പൊ എന്തോ പറ്റിപ്പോയി. അഖിൽമാരാണോടെ കാലം പോയതറിയാത്ത ബുദ്ധിജീവി. പുതിയ ആവേശത്തിലെ ഫൈറ്റ് ഒക്കെ കണ്ടില്ലേ? ആവേശത്തിലെ ഫൈറ്റ് കാണാൻ നല്ല രസമില്ല. സംഭവം സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ പരിപാടി പിടിച്ചേക്കണെങ്കിലും ഫൈറ്റ് കാണാൻ നല്ല രസമുണ്ട്. മറ്റേ ഫൈറ്റേഴ്സിനെ കൊണ്ടുവന്ന് ഇടിയെ കാണുമ്പോൾ ഒരു രസമുണ്ട്. ഇത് പഴയ സാധനമുള്ളൂ. ഈ മമ്മൂട്ടി ഇങ്ങനെ വന്നിട്ട് മറ്റേ ഇടിക്കുന്ന അങ്ങനെ ഇടിക്കണം. കറക്റ്റ് ആകത്തോടെ ഇങ്ങനെ പിടിക്കുമ്പോ ഒറ്റ വലിയ ഒരു ഒന്ന് കറക്റ്റ് വേറെ എക്സ്പ്രഷൻ ഉണ്ട്. ഞാൻ ഇടിക്കുമ്പോ ഞാൻ ഇടിക്കാം പിടിക്കാം. മമ്മൂട്ടി ആരാ? മമ്മൂട്ടി പറ. ഞാനാ മമ്മൂട്ടി. ഓക്കെ, അപ്പൊ ഞാൻ ഇടിക്കാം. ഞാൻ എങ്ങനെ പിടിക്കും? മമ്മൂട്ടിയാ പിടിക്കുന്നേ. അല്ല, താനാണ് മമ്മൂട്ടി. ഓക്കെ, താൻ മമ്മൂട്ടി. ഞാൻ പിടിക്കാം. പിടിച്ച് പിടിച്ചില്ലേ? ആരാ? ഞെട്ടുമല്ലേ? ഉടനെ മമ്മൂട്ടി ഇങ്ങനെ നോക്കും. എന്നിട്ട് ഒറ്റയേറ് എങ്ങനെ 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 അത് ഇങ്ങനെ പിടിച്ചട്ടെ വലിച്ച് നിലത്തടിച്ചു വിടുകയാണ്. അയ്യോ പാവം. എന്താളേ ഇതൊക്കെയാ. ഇയാളവിടെ ചെയ്യുന്നത് ബോൾ വരുന്ന പോലെ വില്ലന്മാരൊക്കെ വരുന്നത്. ഇയാൾ അങ്ങോട്ട് തട്ടിയിടും ഇങ്ങോട്ട് തട്ടിയിടും. വില്ലന്മാർ കടന്ന് ഇതാക്കുന്നു ഒക്കെ ചെയ്യുന്നു. പല പല ഗ്രൂപ്പായിട്ട് ഇവരൊന്ന് ഇടികൊണ്ട് പോകും. എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ്, ഗ്രൂപ്പ്, ഫസ്റ്റ് ക്ലൈമാക്സില് ഫസ്റ്റ് മീൻ വെട്ടുകാര ഗ്രൂപ്പ്. അത് കുറെ മറ്റേ കൊറോണയ്ക്ക് കൊട്ട പോലെ കുറെ ടീംസ് വന്നിട്ട് അവരായിട്ട്. അപ്പത്തേക്കും വില്ലന്റെ അടുത്ത ഗ്രൂപ്പ് ഉണ്ട്, സൂട്ടൊക്കെയുള്ള ഗ്രൂപ്പ്. അവര് വരും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് മെഷീൻ ഗണ്ണ് ഉണ്ട്, ആ ഗ്രൂപ്പ് വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വേറെ തല്ലാൻ പോയ ഗ്രൂപ്പ് ഗെയിമാണ്. അവര് കയറി വരും. അതന്നെ പറഞ്ഞത്. ലാസ്റ്റ് എനിക്കും മടുത്തു, മമ്മൂട്ടിക്കും മടുത്തു. മമ്മൂട്ടിനെ പറയുന്നത് തീരുന്നില്ലേ. ലാസ്റ്റ് പിന്നെ അതിനകത്ത് ലാസ്റ്റ് മറ്റേ കുംഫു ടീംസ്. ഇവനേതോ ലാലേട്ട ഫാനാണ്. പടം കണ്ടവര് തന്നെ ചോദിച്ചത് തീരുന്നില്ലേ. അയാളും ചോദിച്ചത് തീരുന്നില്ലേ. മമ്മൂട്ടിയും ചോദിക്കുക, കണ്ടിരിക്കുന്നവരൊക്കെ ചോദിക്കുക ഇത് തീരുന്നില്ല. അതാ പടം.
ട്രെയിലർ അടിപൊളിയാണ്, പക്ഷെ പടം ഊമ്പി. ഊംഫി അതാ ഇപ്പോഴത്തെ വലിയ ഹിറ്റ്. അതുകൊണ്ട് ഉണ്ണിമോന് ഒരു നഷ്ടമില്ല, കേട്ടിരുന്നവന്മാർക്കാ. അങ്ങനെ ആരാണ്ട് അറിഞ്ഞത് പോലും. ഷൈനികം പറയാതെ ഇത് ആരും അറിയോടെ. ഇമാരുടെ വിചാരമാണ്ട് ഇത് പബ്ലിസിറ്റി എങ്ങനെയാ കിട്ടുന്ന മനസ്സിലാവുന്നില്ല പൊട്ടന്മാർക്കേ. ഷൈനികം അത്രയും പറഞ്ഞോണ്ട് എന്താ എല്ലാരും അറിഞ്ഞ് ഊംഫി. പബ്ലിസിറ്റിയുടെ കാര്യം മറ്റേ മോഹൻലാലിന്റെ ഡാൻസ് മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് മറ്റേ സാധനം, എന്താ മറന്നുപോയി, ഇയാളുടെ മറ്റേ കിവി. അതിന്റെ ഡയറക്ടർ, ആട് ചെയ്ത ഡയറക്ടർ പറയാണ്, അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് ട്രോൾ ചെയ്യപ്പെടുമെന്ന്. ട്രോൾ ചെയ്താലും കുഴപ്പമില്ല, ഐസ്ക്രീം പോപ്പുലർ ആവാന്നുള്ളായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. മോഹൻലാലിനെ കൊണ്ട് തുണി മറിച്ച് കാണിപ്പിക്കാൻ അപ്പൊ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയും എടുക്കും ഇല്ലേ? അതാ അത് ഉംഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലേ, ഉണ്ണിമൂന്നിന് അത്രയും പ്രൊമോഷനാണ് കിട്ടിയത്. ഫ്രീ ആയിട്ട് ഇത്രയും പബ്ലിസിറ്റി അവിടെ നിന്ന് കിട്ടും. പറയിക്കണേ കാശ് കൊടുക്കണം. പറയിപ്പിക്കണമെങ്കിൽ ആദ്യം അവന്റെ ഐവന്മാരെല്ലാം കമ്പനിയാണ് അവര് അവനെ കൊണ്ട് അല്ലാതെ പറയിപ്പിക്കണമെങ്കിൽ ആദ്യം അവന്റെ മൂഡ് ശരിയാണോ നോക്കണം, സെറ്റ് ചെയ്യണം, കൊണ്ടുവന്ന് ഇരുത്തണം, പറഞ്ഞെല്ലാം റെഡിയാക്കി കൊണ്ടുവരും. അതൊരു സമയം എടുക്കും. ഇത് സിമ്പിൾ ആയിട്ട് പരിപാടിയാണ്. പോരെ, വേറെന്ത് വേണം? ടർബോയ്ക്ക് ടിക്കറ്റ് എടുത്തു, ഞാൻ കാണാൻ പോയില്ല. എന്റെ സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുവാന്ന്. എത്ര ടിക്കറ്റ് കാണിക്ക് ഉണ്ടോ? ആർക്കറിയാം. T3 എവിടെ? സെൻട്രൽ സ്ക്വയർ മോളിലോ? സിനിമ കണ്ടു കഴിഞ്ഞവരെ നമ്മളെ വിളിക്കാൻ പോയപ്പോഴാ അറിഞ്ഞത് സിനിമ കഴിഞ്ഞെന്ന്. ഇതൊക്കെ കാണാൻ പോയവന്മാരെ പറഞ്ഞാൽ മതി. അവതാരം കാണാൻ പോകണേ ഫോട്ടോ ചെയ്തു. അപ്പൊ അവതാരം കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഇയാൾ ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കണം. നമുക്ക് മറ്റേ ഇത് ലിങ്ക് അയക്കുമല്ലോ മറ്റേ സാധനത്തിന്റെ. അപ്പൊ അയച്ചപ്പോ അതിന്റെ അടിയിൽ എഴുതിയേക്കാം A8 A9 ആണ് ടിക്കറ്റ്, A10 ഉണ്ടായിരുന്നു, എടുത്തില്ലെന്ന്. ഇതെന്തോ ബിഗ് ബോസ് കാണാറില്ല. ഇതിനകത്തിപ്പോ ഈ പേജിൽ ആളൊന്നും ഇല്ലടാ. പോട്ടെ വിട്ടേക്ക്, അവരവരുടെ പരിപാടി നടക്കട്ടെ. ഇതൊക്കെയാണോ ഇമ്മയുടെ പരിപാടി? കഷ്ടമാണ്. ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല. ബിഗ് ബോസ് അണ്ടി ഒരുത്തരിറങ്ങിയതിന്റെ ക്ഷീണം മാറുന്നില്ല. ഓരോ പൊട്ടന്മാര് ഇവിടെ ഓരോ സിനിമ വരുമ്പോ ഓരോ മണ്ടന്മാർ റിലീസാവും. ഓരോ പ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് ഓരോ പൊട്ടന്മാർ റിലീസാവും. ഇതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ ഈ ടർബോ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. ടർബോ ഭയങ്കര കുളമാണെന്നാ പറയുന്നത്. ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഇയാള് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോയി. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, വേണ്ടെന്ന്. എല്ലാരും കാണണമെന്ന് എനിക്ക് ഒരു താല്പര്യമില്ല. ഇന്ന് അടുത്ത ടീം പോയിട്ടുണ്ട് കാണാൻ, ഞാൻ പോകത്തില്ല. എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ ആക്ഷൻ ഒന്നും പറ്റുന്നില്ല. ട്രെയിലർ നല്ല ട്രെയിലറായിരുന്നു. ട്രെയിലർ മാത്രം കാണാൻ നല്ല രസമാണ്. അങ്ങനെ അഭിനയം കാണാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ സ്റ്റണ്ടൊന്നും പറ്റത്തില്ല. ഈ അങ്ങനെ മമ്മൂട്ടിയുടെ ഡാൻസ് കൂടെ എടുക്കരുത് ഇവർക്ക്. രണ്ടും ഏകദേശം ഒരുപോലെ അല്ലേ? മമ്മൂട്ടി ഡാൻസറായിട്ട് ഒരു സിനിമ. അതുപോലെ തന്നെയാണ് മമ്മൂട്ടി ആക്ഷൻ ചെയ്യാൻ പോയാലിരിക്കുന്ന അവസ്ഥ. അവസ്ഥ എനിക്കൊന്ന് മമ്മൂട്ടിയുടെ മാസ്ക് പോലെ ഇട്ടിട്ട് വേറെ ആരോ അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു. അതാണോ തന്റെ പ്രശ്നം? അത് സീറ്റ് ബെൽറ്റ് ഇട്ട് കാണത്തില്ല. ആണോ? അതന്നെ. എയർ ബാഗ് വന്നാലേ മമ്മൂട്ടിയുടെ മോൻ കാണത്തില്ല, എക്സ്പ്രഷൻ വരത്തില്ല. ഇടിക്കുമ്പോൾ എക്സ്പ്രഷനെ അതിനാടോ
എയർ ബാഗ് വന്നില്ലെങ്കിൽ മമ്മൂട്ടിക്ക് എന്തിനാടോ എയർ ബാഗ് കൂടുതൽ ടർബോ ഇരിക്കുമ്പോ എന്ത് എയർ ബാഗ് ഇയാള് കൊള്ളാമല്ലോ. സിനിമയിൽ ഓരോ തെറ്റുകൾ കണ്ടുപിടിച്ചോണ്ട് വന്നേക്കോ. അതിനകത്ത് എയർ ബാഗ് വന്നില്ലെന്ന്, ബാക്കിയെല്ലാം കറക്റ്റാണ്. ഓക്കെ ആണെന്ന് മൂവി ചെന്ന് പറയാൻ പോലെ ഇമ്പോർട്ടന്റ് ആയ കാര്യം അമ്മ പറഞ്ഞാൽ പോരെ. എനിക്ക് പറയാനുണ്ട്, എനിക്ക് പറയാനുണ്ട്. അവൾ പറയാൻ സമയം കേൾക്കുന്നില്ല. അമ്മ ഇറങ്ങി പോലെ ഇത് പോയി ചോദിച്ചാൽ അയ്യോ പഴയ സാധനമല്ലേ ഇതൊക്കെ. അയ്യോ ഇവനൊക്കെ ആരടാ ഇതൊക്കെ എടുത്തോണ്ട് വന്നത്? അവിടെ വിചാരം എന്താണ്, ഇവൻ മുന്നേ പ്രപ്പോസ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. ആക്ച്വലി ഇമ്പോർട്ടന്റ് ആയ വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്നിട്ട് അത് പറഞ്ഞാൽ പോലെ. അല്ലേ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാ പോരെ അല്ലേ? ഒരു കാര്യം പറയണ്ടത് കേൾക്കുന്ന പോലെ. അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ ഇവിടെ ഫോൺ എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു. പിന്നെ ആകെ മമ്മൂട്ടിയെ വിളിച്ചിട്ട് പറയാം എനിക്ക് അവളോട് കാര്യം പറയണ്ടത്. അതുവരെ പോയി അവളെ ക്യാബിൽ കയറിയിട്ട് അവന് പറയാൻ പറ്റിയില്ല, പറഞ്ഞില്ല. അയ്യേ ഇതൊക്കെ ആരാടാ എഴുതി പിടിപ്പിച്ചേ? അവന്റെ പേരെന്താ? വലിയ സ്ക്രിപ്റ്റാണോ? അവന്റെ പേരെന്താണ്? ആർക്കറിയാം ഇവനൊക്കെ ഏതാണ്? മാനുവലോ? ആരായിട്ട് എന്ത് ഇതൊക്കെയാണ്? ഇവന്മാർക്ക് ഇതൊന്നും മതിയായില്ലേ? അതല്ലെന്നേ ഇവർക്ക് ഇത് മനസ്സിലാവുന്നില്ലേ? പഴയ മറ്റേ ഇതിനകത്തുണ്ട് തെങ്കാശി പഠനത്തിലാണ് ഇങ്ങനെ. തെങ്കാശി പഠനം കണ്ടോണ്ടിരുന്നപ്പോ ഇതേ അവസ്ഥയാണ്. ഇവര് പറയത്തില്ല, അറിയത്തില്ല. കണ്ട ഇടയ്ക്ക് കിടന്നിട്ട് ഞാൻ അന്നിരുന്ന് എന്തോ കൺഫ്യൂഷൻ. അവർക്ക് കൺഫ്യൂഷൻ, നമുക്ക് എന്ത് മയിര് ഇത് തീർന്നാ മതി തോന്നിപ്പോ. ഞാനൊന്ന് ആലോചിക്കുന്നു തെങ്കാശി പഠനം വേണം, കോമഡിയൊക്കെ കൊള്ളാം. അവസാനമായപ്പോ കിടന്ന് കൊണയ്ക്കുന്നു മയിര് ദേഷ്യം കയറും കണ്ടു. ഒറ്റടി കൊടുത്തേനെ അല്ലേ? നീ പറയണ്ട, നീ പൊക്കോളാൻ പറയണം. മരിച്ചാലും കുഴപ്പമില്ല, നീ ഇനി പറയണ്ടെന്ന്. അങ്ങനെ കുറെ എണ്ണമുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ടിക്കറ്റ് എടുക്കുമല്ലോ. താൻ സിനിമ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ രണ്ടുകൂടെ പോവാന്ന് വിചാരിച്ച് നടക്കത്തില്ല. താൻ ഒരു പ്രാവശ്യം ഇയാൾ എന്നെ വിളിച്ചോണ്ട് ബ്രഹ്മയുഗം കാണിച്ചു. അതായാലും കറക്റ്റാണ്, കുഴപ്പമില്ല. പിന്നൊന്നും നമ്മൾ തമ്മിൽ പോയി കണ്ടിട്ടില്ല അല്ലേ? ഏതാ? ആവേശത്തിന്റെ അന്ന് വിളിക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോ ആസ്റ്റിക്ക് ടിക്കറ്റ് എടുത്തു. പക്ഷെ ഒന്നുകൂടെ കണ്ടാലും കുഴപ്പമില്ല കേട്ടോ. ടർബോ കാണേണ്ട കാര്യമില്ല. OTT-യിലുണ്ട് അല്ലേ? ഒന്നുകൂടി കണ്ടോ, ഒരു കുഴപ്പമില്ല. ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല രസമുണ്ട്. അതെ അതെ, ഈ ഇളക്കമൊക്കെ ഉള്ളു. ടർബോ അണ്ണനൊക്കെ കിടന്ന് ബേളം വെച്ച ബേളമൊക്കെ ഉള്ളു. പടമൊക്കെ കണക്കാ, കത്തിയാ. അതെ അതെ അതെ, ഞാൻ അപ്പഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടാവും. പിന്നെ ട്രെയിലർ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഈ പടമൊക്കെ ചിലപ്പോ ഈ മറ്റേ ഫാൻസുകാർ ഓടിച്ചോണ്ട് പോകുന്നേ. എടോ ഇതെന്താന്നറിയാമോ, ഇത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ സിനിമ ഇങ്ങനത്തെ ഒരു സിനിമ, ഇപ്പൊ രജനികാന്തിന്റെ സിനിമ ഇറങ്ങുന്ന പോലത്തെ ഒരു മൂഡില് ഇങ്ങനത്തെ ഒരു പടം ഇറക്കി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇന്ത്യയിലുള്ള എല്ലാവരും കാണുമൊന്നുമില്ല. അത് പവൻ കല്യാണ സിനിമ അവിടെ ഇറങ്ങിയ പോലെ ഇരിക്കും ഇവിടെ മമ്മൂട്ടിയുടെ സിനിമ ഇറങ്ങുമ്പോൾ അവിടെയുള്ളവർക്ക്. ഇപ്പൊ ആവേശം പോയാലും ഇത് പോവില്ലെന്ന് മനസ്സിലായോ? തൊട്ട് മുമ്പ് പോയ സാധനങ്ങൾ പോയ പോലെ ഒന്നും ഈ സാധനം അങ്ങോട്ട് പോവില്ല. ആന്ധ്രയിലോട്ടോ അല്ലെങ്കിൽ കർണാടകയിലോട്ടോ ഒന്നും പോകുന്നില്ല. ഒരു തമിഴ് പാട്ട് ഇട്ട് നോക്കാൻ മേലാഞ്ഞു. ഞാനാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ ഹിന്ദി പാട്ടിട്ടോ? അതേതാ ഓർമ്മയില്ല. ഇയാള് മറ്റേ സ്ത്രീകളെ ഒബ്ജക്ട് ആക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് പുള്ളി നല്ലൊരു കൊച്ചു തന്നു. നല്ല കിട്ടുന്ന ഡാൻസ് ലൂസിഫറിൽ. അയ്യോ അത് ഞാൻ കണ്ടില്ല. ലൂസിഫറൊക്കെ ആരുടെ കാണുന്നേ? ലൂസിഫറൊക്കെ കാണാവോ? അത് നേരത്തെ അറിയണ്ടേ കാണരുതെന്നുള്ളത്? അതൊക്കെ കണ്ടാണ്, ആ ക്ലിപ്പൊക്കെ കിട്ടി, അത്രേ ഉള്ളൂ. ബറോസ് വരാർ. ബറോസ് വരുമ്പോ ഇതിലും രസമായിരിക്കും. ഏത് മോഹൻലാൽ എന്ത് കാണിക്കുന്നതാണ് എനിക്കിഷ്ടം? അങ്ങനെ ശരിയാ, മോഹൻലാൽ നല്ലൊരു ചവിട്ടും. ഒറ്റ ചവിട്ടാ, അടിപൊളി ചവിട്ടാ അത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ശരിയാ കേട്ടോ, അത് ശരിയാ. ഒറ്റ ചവിട്ടാ. ആ ചവിട്ടൊക്കെ എന്നൊക്കെ രസാ. സ്പടിയത്തിനകത്തൊക്കെ വന്ന് ചവിട്ടുന്നതാണ് നല്ല രസം. ആ സ്പടിയം, പിന്നെ മറ്റേ ഇത് എന്താ മറ്റേ അതുണ്ടല്ലോ മണി, മറ്റേ കട്ടിലുള്ള പടം, അപ്പനും മോനും ഒക്കെ ആയിട്ട്. ഉടയണത്ത് കിടിലടിയുണ്ട് മോഹൻലാലിന്. ആര് പറഞ്ഞു ബാബുവാനന്റെ കാല് പിന്നെ മാങ്ങ പറിക്കാൻ പോകും? ഇയാൾ എന്താ താൻ അങ്ങനെയല്ല പറയണ്ടേ. ബാബുവാനിന് കഴിഞ്ഞിട്ടേ ഉള്ളൂ മോഹൻലാല്. അതെ അതെ അത്രേ ഉള്ളൂ. വിനീത് ശോഭനയിലും വലിയ ഡാൻസൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അല്ല, മോഹൻലാലിന് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ആക്ടിങ്ങിന്റെ കാര്യത്തിൽ മമ്മൂട്ടി കഴിഞ്ഞേ മോഹൻലാലുള്ളൂ. ഡാൻസിന്റെ കാര്യത്തിലാണ് വിനീത്,
പിന്നെ കുഞ്ചാക്കോനൊക്കെ കഴിഞ്ഞേ മോഹൻലാലുള്ളൂ. ആക്ഷന്റെ കാര്യത്തിലാണ് ബാബു ആന്റണിയും പിന്നെ ആരാ ബാബുരാജ് കഴിഞ്ഞിട്ടേ മോഹൻലാലുള്ളൂ. അത്രേ ഉള്ളൂ. കോമഡിയുടെ കാര്യത്തിലാണ് ജഗതി, സലീംകുമാർ, ഇന്നസെന്റ്, മമ്മൂക്ക എല്ലാരും കഴിഞ്ഞിട്ടേ മോഹൻലാലുള്ളൂ. പിന്നെ എന്ത് വ്യത്യാസമുള്ളത്? മുകേഷും കഴിഞ്ഞിട്ടേ ഉള്ളൂ കോമഡിയുടെ കാര്യത്തിൽ. മോഹൻലാലിന്റെ കോമഡി പ്രസന്റേഷൻ മോഹൻലാൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇതെല്ലാം കൂടെ അങ്ങ് ചളവാക്കുന്ന ഒരേ ഒരാളും മോഹൻലാലേ ഉള്ളൂ. ഇതെല്ലാം കൂടെ അങ്ങ് ചളവാക്കി കളയും. എല്ലാം ചെയ്യണം പുള്ളിക്ക്. അത്ര വലിയ സംഭവമൊന്നും ഇല്ലടോ. അഭിനയിക്കാൻ താല്പര്യമില്ല, അതാ അത് പറയാം. നമുക്ക് കാണണമെന്നും താല്പര്യമില്ല. അത് കഴിഞ്ഞു. വൺസ് അപ്പോൺ എ ടൈം വെൻ മോഹൻലാൽ വാസ് ആക്ടിങ് ഗുഡ്. ഇപ്പൊ കഴിഞ്ഞു പോയി. വീട്ടിലെങ്ങനെ ഇരിക്കുന്നൂടെ? അല്ലേ? അതെ, എവിടെയെങ്കിലൊക്കെ പോയിക്കൂടെ? അതെ, ഈ സിനിമയിൽ തന്നെ EMI അടയ്ക്കാൻ കാശില്ലേ? ഇവിടെ EMI അടയ്ക്കും പ്രശ്നം. സത്യമാണോ? EMI ആ പ്രശ്നമെന്ന്. മോഹൻലാലിന് ഒരുപാട് EMI അടയ്ക്കാനുണ്ട്. ഇപ്പൊ അഖിൽമാരാണ് അടയ്ക്കാനുണ്ട്. അതുകൊണ്ട് അഖിൽമാരാർ ഇറങ്ങി ഓരോ അപവാദം പറഞ്ഞ് നടക്കും. അവനെ കൊണ്ട് പറ്റുന്ന പണിയല്ല അവന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അഖിൽമാരാർ ഇപ്പൊ അതും ചെയ്ത് നടക്കുവോ? മിനി കൂപ്പർ, ബെൻസ്, ഒരു ഫ്ലാറ്റ്. ആർക്കറിയാതെ എടുത്തു. ഞാൻ ഇന്നിപ്പോ നോക്കിയപ്പോ ഭയങ്കര തെറിയൊക്കെ ഇയാളും വേറെ ആരാണ്ട് അതാരാന്ന് അറിയില്ല. അല്ലല്ല, അതെ, ഇവരുടെ മറ്റേ അഖിലേട്ടൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവന്മാർക്കാ വേണ്ടത്. അഖിലേട്ടൻ നല്ലതായിട്ട് ഇന്നൊരു വീഡിയോ കൊണ്ടിട്ടുണ്ട്. അഖിലേട്ടനുള്ളതെല്ലാം പിന്നെ നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടാ മനസ്സിലാവും. ഒന്നെങ്കിൽ അവന് മനസ്സിലാവത്തില്ല, കണ്ടിരിക്കുന്നവർക്കെങ്കിലും മനസ്സിലാവട്ടെന്ന് വിചാരിച്ച് ചുമ്മാ തൊലിഞ്ഞെടുത്ത് ഇറങ്ങിയേക്കുവോ പറയ. എവിടെ നിന്ന് ഇറങ്ങി വന്നതാണ് ഇതൊക്കെ ഊച്ചാളികള്? എന്തൊരു ഊച്ചാളികളാണോ ഇവനൊക്കെ? അയ്യോ, ഒറ്റ ടീമാണ്. സുരേഷ് ഗോപി, പിന്നെ ആരാ? റോബിൻ അവൻ ആ വഴി പോയെന്ന് തോന്നുന്നു. അവന് മതിയായി കേട്ടോ. അവനെ ആരാണ്ട് പിടിച്ച് കെട്ടിയിട്ടേക്കുവാന്ന് തോന്നുന്നു. എവിടെയോ അടച്ചു പൂട്ടിയിട്ടേക്കോ. പെണ്ണിന് കുറച്ച് ബോധമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഓ ഇല്ല, എല്ലാം കണക്കാ. അല്ല, ബോധമുണ്ടെങ്കിൽ അവന്റെ കൂടെ പോകുന്നു. മൊത്തത്തിൽ ബോധക്കേടാ. പിന്നെ ഏതോ ഒരാൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എവിടെയോ. മതിയെന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം കൊള്ളാം. ഹിന്ദു പെണ്ണിനോട് ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചോ? ഏത് പെണ്ണിന്റെ കാര്യം പറയുന്നേ? അതിനകത്ത് വർഗീയതയുണ്ട്. ഏത് പെണ്ണിന്റെ? ഈ പടത്തിനകത്തോ? അതായത് ഞാൻ വേറെ കാര്യം പറയാം. ഹിന്ദു പെണ്ണിനെ മമ്മൂട്ടി ഈ പടത്തിൽ ക്രിസ്ത്യാനിയായിട്ട് അഭിനയിച്ചാണ്. അപ്പൊ ടർബോ ജോസ് ക്രിസ്ത്യാനിയായ മമ്മൂട്ടി ശരിക്കും മുസ്ലിമാണോ? അപ്പൊ നമ്മൾ എന്തെടുക്കണോ? ചെയ്യുന്നത് മമ്മൂട്ടി മുസ്ലിമാന്നുള്ളത് മാത്രം എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് പറയണം ജിഹാദാണ്. ജിഹാദ് ഒന്ന്. മമ്മൂട്ടി മനഃപൂർവ്വം ക്രിസ്ത്യൻ വേഷം കെട്ടി വന്നേ. മമ്മൂട്ടി ക്രിസ്ത്യൻ വേഷത്തിൽ വന്നിട്ട് ഹിന്ദു പെൺകുട്ടിയെ ഇറക്കി കൊടുക്കുന്നതായിട്ട് ഒരു സീൻ കാണിച്ചേക്കാണ്. മനസ്സിലായോ? ആ പെണ്ണിന്റെ പേരെന്തോ? നടിയുടെ പേരെന്തോ? സമൂഹത്തിലേക്കുള്ള മെസ്സേജ് എന്താ? നടിയുടെ പേരെന്തോ? അതല്ല, നടിയുടെ പേരെന്തോ? മമ്മൂട്ടി എന്ന് പറയുന്ന പോലെ ഒരു പേര് ആ പെണ്ണിന് കാണത്തില്ലേ? ആ, നടിയുടെ അഭിനയിക്കുന്ന നടിയുടെ കഥാപാത്രത്തിന്റെ പേരല്ല, ശരിക്കും നടിയുടെ പേരെന്തോ? ആ, അതൊക്കെ എടുക്ക്. ഒരു ഒരു വർഗീയത വേണം. ഒരു വർഗീയത റെഡിയാക്കട്ടെ. അഞ്ജന ജയപ്രകാശ്. അപ്പോഴും ഹിന്ദു തന്നെ. ഹിന്ദു പെൺകുട്ടിയായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് മമ്മൂട്ടി എന്ന ജിഹാദി, മുസ്ലിമായ ജിഹാദി ക്രിസ്ത്യാനി വേഷം കെട്ടി വന്ന് ഇറക്കിക്കൊണ്ടുപോരും. എങ്ങനെയുണ്ട്? ലവ് ജിഹാദ് അല്ലേ ഇത് മമ്മൂട്ടി ജിഹാദ്. കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മിസ്റ്റർ മമ്മൂട്ടി, താങ്കൾ കുറച്ചു നാളായിട്ട് ഒളിച്ചു കിടത്തുന്നു കേട്ടു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. ടർബോ ജോസ് എന്ന വേഷം കെട്ടി വന്ന് മുഹമ്മദ് കുട്ടി താൻ ഞങ്ങളുടെ ഹിന്ദു പെൺകുട്ടിയായ എന്തോടെ പേര് മോശമായിട്ട് പള്ളിപ്പെരുന്നാളിന് പോയി അടിയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതായത് ഒരു മുസ്ലിമായ മമ്മൂട്ടി പള്ളിപ്പെരുന്നാളിന് ഇങ്ങനത്തെ അലമ്പൊക്കെ നടക്കുന്ന സ്ഥലമാണെന്നുള്ള രീതിയിൽ ഒരു വ്യാജ പ്രചരണം ആളുകൾക്ക്. അങ്ങനെയുണ്ട്. മമ്മൂട്ടി ഇനി മുതല് നോയമ്പ് വിടുന്ന സമയത്ത് പള്ളിയിൽ അടി ഉണ്ടാക്കട്ടെ. എല്ലാ ദിവസവും ഇഫ്താറിന്റെ സമയം, ഇഫ്താറിനല്ലേ പറയുന്നത്, ആ സമയത്ത് അടി ഉണ്ടാക്കട്ടെ. അങ്ങനെ ഇയാള് അമ്പലത്തിൽ അടി ഉണ്ടാക്കും, പള്ളിയിൽ അടി ഉണ്ടാക്കും, എന്നാൽ മോസ്കിൽ അടി ഉണ്ടാക്കത്തില്ല. അത് ശരിയല്ല. അല്ല, വേണ്ട, മോസ്കിൽ പേര് മമ്മൂട്ടിക്കട്ടെ. അപ്പൊ അത് എന്ത്, ഇയാള് ജിഹാദി തന്നെ. മനസ്സിലായോ?
ജിഹാദിയാണ്. ഇതിന്റെ കഥ എഴുതിയേക്കുന്നറിയോ? ഏതൊരു മാനുവൽ ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്തേക്കുന്ന ക്രിസ്ത്യാനികൾ കൂട്ടുകൂടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായാലും പടം ശോകമാണ്. മാനുവലാണല്ലോ ഓട്ടോമാറ്റിക് ആണ് പടം ശോകമാണ്. അയ്യോ തല്ല കാണിക്കും. ഓ അത് അയ്യപ്പനെ അയ്യപ്പൻ എന്ത് സീൻ കേട്ടോ. ഇവൻ അതിലും വലിയ ജിഹാദിയാ. വീഡിയോ കണ്ടോ? മസിൽ പിടിക്കുന്നതാണോ അതോ ഇപ്പൊ പറഞ്ഞോട്ടാണോ? സെക്യൂരിറ്റി. ആ അതെ അതെ. വേറൊന്നും വരുന്നുണ്ടോ? നീ വരുന്നു വാ. അപ്പൊ അതാണ് സംഭവം. മാനുവൽ ആണേലും ഓട്ടോമാറ്റിക് ആണേലും പടം ശോകമാണ്. അവനൊരു മാനുവല്, നിനക്കൊരു ഓട്ടോമാറ്റിക് ആയിക്കൂടെ? കാലം കഴിഞ്ഞു. മതി മാനുവലേ, മതി, നിർത്തിക്കൂ. ഇമാര് തൊലിഞ്ഞ കഥയും കൊണ്ട് എന്താണെന്നോ പറയത്തില്ല. പറയും വാതിക്ക ചെന്നിട്ട് പറയുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അവന്റെ പേര് തേങ്ങ കൊല. ഇവനൊക്കെ ഇവിടെ നിക്കുവാന്ന് പറഞ്ഞ ഒന്ന് ആദ്യം ചോദിക്കട്ടെ. ഇപ്പോഴും ഇതേപോലത്തെ ഇത് എഴുതുമ്പോ മനസ്സിലാകത്തില്ലേ ഇത് മുടിഞ്ഞ സാധനമാന്ന്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറയത്തില്ല. ഭയങ്കര സസ്പെൻസ് ആയിപ്പോയി, ഭയങ്കര കണ്ടുപിടുത്തമായി പോയി അല്ലേ? മലയാള സിനിമ വേറെ ലെവലില്. അത് മാനുവൽ വഴി. മാനുവൽ ഇത് എഴുതുന്നതാണോ അതോ വല്ലവരും കൊണ്ട് എഴുതിപ്പിച്ചിട്ട് അല്ലേ? ഏത് കാലത്താ ജീവിച്ചിരിക്കുന്ന ഇവനൊക്കെ? നാടകം മൂടുണ്ട് ഇതൊക്കെ. അതായത് പഴയ സീരിയൽ നാടകം മൂടുണ്ട്. പഴയതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തോ പറയാൻ. ഒറ്റ സീൻ മതിയാ സിനിമയെ പറ്റി പറഞ്ഞാല്. ഇതൊക്കെ ഈ ഒരു സീൻ ഒന്ന് ട്രെയിലറിൽ ഇടുവാറിഞ്ഞാല് പൊട്ടിത്തെറിഞ്ഞ ഒരാള് വന്ന് മറ്റൊരാളോട് അയാൾക്ക് പറയാൻ പറ്റാത്ത ഒരു രംഗം. നല്ല ഫ്രഷ് കൂവും. പണ്ടൊക്കെയാണ് കൂവേനെ ആൾക്കാർ, ഇപ്പൊ കൂവാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. മമ്മൂട്ടി കമ്പനി ഇനി ഇതുപോലത്തെ പടം ഇതിന്റെ ട്രെയിലർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ആരും സിനിമ കാണണമെന്നില്ല. ട്രെയിലർ രസമുണ്ടാന്ന് കാണാൻ അല്ലേ? അടിപൊളി ട്രെയിലർ മാത്രമായിട്ട് കണ്ടാൽ വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. PVR-ലിരുന്ന് എങ്ങനെ കൂവത്തേന്ന് വെച്ചിട്ടാ കൂവാത്തേട്ടാ. ഞാൻ പോയില്ലല്ലോ, ലോക്കൽ സെറ്റപ്പിലോട്ട് ചെല്ലട്ടെ. ടിക്കറ്റ് എടുത്തു പോയില്ല. 600 രൂപ അതിന്. മറ്റേ തിയേറ്റർ ആണല്ലേ? എന്താ VIP. വലിയ VIP-ലാ പോയതല്ലേ? ശരിയാ, നമ്മൾ VIPs അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ 600 രൂപ വെറുതെ കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് മാത്രം ചെയ്ത കേട്ടോ, അല്ലേ നമ്മള് കണ്ടേനെ പടം. പ്രമേയൊക്കെ 2 പ്രാവശ്യം ഞാൻ കണ്ടു. ടിക്കറ്റ് എടുത്തിട്ട് പോയില്ലെന്ന്. എന്തൊരവസ്ഥയാന്നേ. ഇങ്ങനെയുണ്ടോ ആൾക്കാർ? അങ്ങനെയുള്ളവർക്ക് അഭിപ്രായം പറയാം അവിടെ. അങ്ങനെയുള്ളവർക്ക് അഭിപ്രായം പറയാമോ? ടിക്കറ്റ് എടുത്തിട്ട് പടം കാണാൻ അഭിപ്രായം പറയുന്നതിന് കുഴപ്പമുണ്ടോ? അതെ, അതിന്റെ ഒരു കുറവ് വേണ്ട. മോഹൻലാലിന്റെ പടം ആയിരുന്നെങ്കിൽ എനിക്ക് പറയാൻ പറ്റിയാണ്. കാരണം ഈ കാശ് കിട്ടിയാൽ മതിയല്ലോ. ശരിയാ, ബിസിനസ് അല്ലേ എല്ലാം. അതെല്ലാം പറഞ്ഞു. ടിക്കറ്റ് എടുത്തോ? എടുത്തു. കണ്ടോ? ഇല്ല, കണ്ടില്ല. അന്നാലും കുഴപ്പമില്ല. വേറെ കാര്യം മനസ്സിലായി. ഈ മോഹൻലാലിന്റെ ആഡ് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ? നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആണ് ഇവർ ഈ ആഡ് ചെയ്തതെന്ന് പറയുമ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. തന്നെ ഇവര് ആ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതൊന്നും എന്നെ മാത്രമല്ല, കേരളം മുഴുവൻ അങ്ങനെയാന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് മോഹൻലാലിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ കേരളം മുഴുവൻ അവർ യൂസ് ചെയ്തോണ്ടിരിക്കുക നെഗറ്റീവ് പബ്ലിസിറ്റിക്ക്. അത് കൊള്ളാം. എന്താണെങ്കിലും ടർബോ നല്ല അലമ്പാണ്. ചിലപ്പോ ഒരു മാസമൊക്കെ താൻ ഇയാളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമായിരിക്കും. അയാളൊന്നും കാണത്തൊന്നുമില്ല, അയാളുടെ ഫാൻസിനാ ബുദ്ധിമുട്ട്. എന്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇയാൾ ഇത് കാണുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കും. കണ്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. അല്ല, മിഥുൻ മാനുവലിനല്ല, മിഥുൻ ഓട്ടോമാറ്റിക്. അടുത്ത പടം വരുമ്പോ മിഥുൻ ഓട്ടോമാറ്റിക് തോമസ്. ഇത് മിഥുൻ മാനുവലിനൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം പോലെ ഇതൊക്കെയാണ് ഇവർ എഴുതി വെക്കുന്നത്. ഞാൻ ഇവന്റെ ഒന്നും പടം കണ്ടിട്ടില്ല കേട്ടോ. ഏതാ നേരത്തെ ഉള്ള പടം? ആട് ജീവിതം. അല്ല, ആട് ഒരു ഭീകര ജീവിതം. ആട് 1, 2 കോമഡി ഒക്കെ എഴുതിക്കൊണ്ടിരുന്ന. അല്ല, ആട് വലിയ കുഴപ്പമില്ല. ആടിനകത്തൊരു ചെറിയ രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര മോശമായി പോയി. ഇത്തിരി ഡയലോഗ്സും അല്ലേ? മമ്മൂട്ടിനെ ഒക്കെ വെച്ച് ചെയ്യുമ്പോ
അതും ഈ മമ്മൂട്ടി വെച്ച് ആക്ഷൻ പടം എടുക്കുന്ന മഹാമണ്ഡലത്തിലാണ്. മലയാളികൾക്കുള്ള സിനിമയാണ്. മലയാളികൾക്ക് മലയാളി നല്ലതോ മമ്മൂട്ടിയുടെ ഫാൻസ് ഉള്ള ആൾക്കാർ, മമ്മൂട്ടി ഫാൻസ്. ഇത് മമ്മൂട്ടിയെ മലപ്പുറം തകർക്കാൻ വേണ്ടി ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ലോബി കളിച്ചായിരിക്കും. മാനുവല് മാനുവലും വൈശാഖും. വൈശാഖ് സംഖ്യ. സംഘി മറ്റോ കൃസംഗി. അതാണ് സംഭവം. മമ്മൂട്ടിയാണെങ്കിൽ ജിഹാദി. ഇവരെല്ലാരും ഒന്നിച്ച് അല്ല, ഒരു കൃസംഗിയും ഒരു സംഘിയും ചേർന്ന് ജിഹാദിയെ ഇല്ലെന്നാക്കാൻ നോക്കുന്നത്. രസത്തെ അറിയാമോ? ഈ പടം പ്രൊഡ്യൂസ് ചെയ്യണം മമ്മൂട്ടിയുടെ കാശ് മുഴുവൻ ജിഹാദിക്കാനായിട്ട്. എന്റെ അമ്മീ, എന്തൊരവസ്ഥയാണോ ഇത്? ഇങ്ങനെയാണോ ജിഹാദ്? എന്നാ ജിഹാദി കളികള്, എന്തൊരു ജിഹാദികളാണ് ഇവന്മാര്. ഇത് പ്രൊഡക്ഷൻ ജിഹാദ്. ഇവിടെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളുമായിട്ടുള്ള പ്രൊഡ്യൂസർമാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കാതെ മമ്മൂട്ടിയെ പോലെ ഒരു നടനും ജിഹാദിയുമായ മമ്മൂട്ടി സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അയാൾ തന്നെ അഭിനയിച്ച് അയാൾ തന്നെ അത് വേറെ കാര്യമുണ്ട്. ക്രിസ്ത്യാനിയെ ഹിന്ദുവിനെ ഉപയോഗിച്ചുകൊണ്ട് പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത് പുള്ളി തന്നെ നായകനായിട്ട് അഭിനയിച്ചു. അവർക്ക് പൈസ കൊടുത്ത് ചെയ്യിക്കുക. അതെ അതെ, അവര് കാശ് കൊടുത്ത് ജിഹാദികളായിക്കൊണ്ടിരിക്കും. ഈ സിനിമ ആടിനെ മേയ്ക്കാൻ വരെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അല്ലല്ല, എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഈ ആട് ജീവിതം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു ജിഹാദി പ്രോഡക്റ്റ് ആണെന്ന് സംശയമുണ്ട്. കാരണം ആടിനെ മേയ്ക്കാനായിട്ട് പൃഥ്വിരാജിനെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആരാ അതിന്റെ പ്രൊഡ്യൂസർ? ബ്ലസ്സിഡ് ഡയറക്ടർ അത് ക്രിസ്ത്യാനിയല്ലേ. പൃഥ്വിരാജ് ഹിന്ദു. അവിടെ ഹിന്ദുവായ പൃഥ്വിരാജിനെ അറബി നാട്ടിൽ കൊണ്ടുപോയി നായര് മേലീച്ച്. ഉയ്യോ, എന്നാ ജിഹാദാ നടക്കുന്ന ഇവിടെ. ലീപ്പിച്ചെന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ജിഹാദൊന്നും അല്ല. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ തകർത്ത് കളയാൻ പ്രൊഡ്യൂസർ ആരാ? പ്രൊഡ്യൂസർ ഏതോ ജിഹാദിയാണ്. KG അബ്രഹാം കുറച്ചാൾ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അറബിയുടെ കാശായിരിക്കും ചിലപ്പോ. അറബിയെ വെച്ച് ക്രിസ്ത്യാനിയായ KG അബ്രഹാമിനെ ഉപയോഗിച്ച് ബ്ലസ്സി എന്ന ക്രിസ്ത്യാനി വഴി സുകുമാരൻ കുറുപ്പോ അവന്റെ പേരുടെ നായരുടെ കൊണ്ടുപോയി പട്ടിണി കിടത്തി ആട് മേയിപ്പിച്ചു. എന്നിട്ട് ക്ഷീണിപ്പിച്ചു. ആണോ? അബ്രഹാം ഇബ്രാഹിം ഏകദേശം ഒന്നാന്നാ പറയുന്നത്. ഒന്നാണ്. അപ്പൊ അഭിനയ കലയുടെ ചക്രവർത്തിയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കയ്യും കാലും അനങ്ങണ്ടേ? ചക്രവർത്തി എന്ന് പറയരുത്, ജിഹാദി ചക്രവർത്തി. അതെ, ജിഹാദിയായ ചക്രവർത്തി. ജിഹാദിയായ ചക്രവർത്തി സാഹിബ്. മറ്റേത് മറ്റേ രായാവ് ഏട്ടൻ. മോനെ, ഇവിടെ നടക്കുന്ന എന്താന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ മമ്മൂട്ടി അപ്പൊ അങ്ങനെ ഇരുന്നോണ്ട് നൈസായിട്ട് ജിഹാദ് നടത്തുകയാണ് അല്ലേ? പുഴു എന്ന സിനിമയെ കുറിച്ച് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. പുഴു എന്നൊക്കെയാണ് ജിഹാദികൾ പേരിടുന്നത്. എന്ത് നാളെ കിട്ട പേരുടെ ഇത്. പുഴു എന്ന് പറഞ്ഞ സിനിമയില് ഈ പറഞ്ഞ പോലെ ഇയാള് മറ്റേ ഇതായിട്ട് അഭിനയിച്ചല്ലോ. എന്താണ്? നമ്പൂരിയായിട്ട്. നമ്പൂരി. അങ്ങനെ മമ്മൂട്ടി. നമ്പൂരിയായിട്ടോ? അപ്പൊ അത് ഭയങ്കര അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് ഭയങ്കര മോശമായി പോയെന്ന് പറയണം. ആണോ? അതിന് മുമ്പ് ഇവിടെ കേരളത്തില് മലയാള സിനിമയില് നമ്പൂരിമാരായിട്ട് ആരും അഭിനയിച്ചിട്ടില്ല. അല്ലല്ല, നമ്പൂരിമാരായിട്ട് അഭിനയിക്കാത്തില്ല. ഈ പ്രശ്നം സകല തീവ്രവാദികളും പേരിട്ടു. ഈ പുഴു സിനിമയിൽ മമ്മൂട്ടിയെ ക്യാരക്ടർ ചെയ്തത് ഭയങ്കര മോശമായി പോയെന്നാണ് മറ്റേ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയാറില്ല, മറ്റേ ഈ ടിവിയിൽ ചർച്ചയൊക്കെ വന്നിരിക്കുന്നത്. ഇയാൾ ഞാനടക്കം പറയുന്നുണ്ട് അത് ഭയങ്കര മോശമായി പോയി. അങ്ങനെ അയാൾ മമ്മൂട്ടി അത്യാവശ്യം ബോധമുള്ള മനുഷ്യനെ അയാളത് ഒഴിവാക്കേണ്ടതായിരുന്നു. എന്താ പറയുക, ഇതേ അളിയൻ തന്നെയാണ് മറ്റേ മറ്റേ ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, കേരള സ്റ്റോറിയുടെ ഐസ് പടാന്ന് പറയുന്ന ആൾക്കാരെ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ ഒരു കാലഘട്ടം മുഴുവൻ ഇവിടെ കാക്കാന്മാരെ മറ്റേ തോക്കും കൊടുത്ത് വില്ലനാണെങ്കിൽ അത് കാക്കാനായിരിക്കും. ബലാത്സംഗം ചെയ്യുന്നവൻ കാക്കാനായിരിക്കും. ഉറപ്പല്ലേ? അത് കൂടുതലും ടി ജി രവിയാ ചെയ്തത്. അല്ലേ, ടി ജി രവി മറ്റേ ടൈപ്പ് ഉടുമ്പൊക്കെ കിട്ടുന്നുണ്ട്, ബെൽറ്റ് ഒക്കെ കെട്ടി വരും, മറ്റേ പച്ച ബെൽറ്റ്. എന്നൊക്കെ പറഞ്ഞ വരി ഒരു സമയത്തുള്ള വില്ലന്മാരുടെ പേരെടുത്ത് നോക്കി അറിയാം. സിനിമയുടെ അയ്യോ ശരിയാ, സുരേഷ് ഗോപി, ഷാജി കൈലാസ് ഇവരുടെ സിനിമയ്ക്കകത്ത് നോക്കണം. കുഞ്ഞമ്മദ് ഹാജിയോ അതാരാ? മമ്മൂട്ടി അഭിനയിച്ചു. അത് ശരിയാ. അപ്പൊ എന്ത് തരം ജിഹാദ് അത്? പെണ്ണുപിടിയനായ ജിഹാദി അക്രമം കാണിച്ചിട്ട് അത് ഇയാൾ അഭിനയിച്ചാവും. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇതിനകത്ത് മമ്മൂട്ടി ഇടയ്ക്ക് വന്നിട്ട് എമ്പതിയെ കുറിച്ച് സംസാരിക്കുന്നില്ല. അത് ജിഹാദാ. എമ്പതിയെ കുറിച്ച് സംസാരിച്ചിട്ട് പുള്ളി സമൂഹത്തിലേക്ക് എമ്പതിയെ കുറിച്ചൊക്കെ പറഞ്ഞ
കെയറിനെ പറ്റി അതിന് വേണ്ടിയിട്ടൊക്കെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ആദ്യത്തെ ആളാ കേരളത്തിൽ മലയാള സിനിമയില്. അതെന്താ പരിപാടി? അതെന്താ ഇത്തരത്തില് ഈ പറയുന്ന ജിഹാദ് പ്രൊമോട്ട് ചെയ്യാം, കൊല്ലുക. അല്ലല്ല, ഇയാള് ഈ പറയുന്ന സാധനം ഇങ്ങനത്തെ എംപതിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേക്കും ആളുകൾക്ക് എന്ത് സംഭവിക്കും? മമ്മൂട്ടി ഒരു മുസ്ലിം ആണല്ലോ, അപ്പൊ മമ്മൂട്ടി നല്ലൊരു മനുഷ്യനാണെന്നും മമ്മൂട്ടി കൊള്ളാവുന്ന ഒരു മനുഷ്യനാണെന്നും നല്ല ആക്ടർ ആണല്ലോ ഓൾറെഡി. പക്ഷെ നമ്മൾ അംഗീകരിക്കില്ല, അത് വേറെ. അപ്പൊ ജയ് ശങ്കർ ഷെട്ടി. അപ്പൊ ഇയാൾ ഇതൊക്കെ പറയുമ്പോഴേക്കും ആളുകൾക്ക് എന്ത് തോന്നും? ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു, ഇയാൾ കൊള്ളാലോ എന്നൊക്കെ തോന്നും. അങ്ങനെ താല്പര്യം തോന്നിയ ആളുകള് മറ്റേ മതം മാറി ഇസ്ലാമിൽ ചെന്നിട്ട് പിന്നെ അവര് സിറിയയിലേക്ക് പോയാലോ? അതെ അതെ, അങ്ങനെയല്ല. അല്ലല്ല, അത് ജിഹാദ് എന്ന് പറഞ്ഞാൽ കാരണമുണ്ട്. എന്താ പറയാ, മമ്മൂട്ടി പാലിയേറ്റീവ് സംഭവം ചെയ്യുന്നത്. അതായത് വയ്യാതെ കിടക്കുന്ന ആളുകളെ ചുമ്മാ ഇങ്ങനെ ഡ്രഗ്സ് കൊടുത്ത് മയക്കുമരുന്ന്. അപ്പൊ മയക്കുമരുന്ന് ലോബി ഏത് ഇത് മയക്കുമരുന്നാ, മനസ്സിലായി? മയക്കുമരുന്ന് എല്ലാം മയക്കുമരുന്ന് തന്നെയാണ്. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യുക. ഏത് മെഡിക്കൽ സഹായത്തോടുകൂടി മെഡിക്കൽ സയൻസിലാണെങ്കിലും ഇവിടെ മയക്കുമരുന്ന് പ്രൊമോട്ട് ചെയ്യുക. അതാണ് ജിഹാദ്. മെഡിക്കൽ സയൻസ് ജിഹാദിൽ വരെ മമ്മൂട്ടിയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് കേരളത്തിൽ എന്തൊക്കെ ഈ കൊച്ചു കേരളത്തിലല്ലേ? മമ്മൂട്ടിയുടെ സിനിമ, മമ്മൂട്ടി ജിഹാദി. പക്ഷെ മോഹൻലാൽ സുരേഷ് ഗോപിയൊക്കെ സംഖ്യ എന്നൊക്കെ പറഞ്ഞ് അവര് പിന്നെ അല്ല, അവരൊക്കെ സംഖ്യ എന്നൊക്കെ പറയൂടോ ആൾക്കാർ. അയ്യോ, അത്രയും നല്ല മനുഷ്യൻ. നന്മയെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ നന്മയാണ്. എന്തൊരു നന്മയുള്ള മനുഷ്യനാണ്. ഇത്ര നന്മ ചെയ്യാൻ പറ്റും ഒരാളെ കൊണ്ട്? രാവിലെ ഇറങ്ങുന്നത് എന്തൊരു നന്മ ചെയ്യാൻ? തുറക്കുമ്പോൾ നന്മയാണ്. ഇന്ന് എന്തൊക്കെ നന്മ ചെയ്യണം? ഞാൻ തലേദിവസം എഴുതി എന്ത് നന്മയാണ് ചെയ്യണ്ടേ? നന്മകൾ ചെയ്തിട്ട് കുറച്ച് ദിവസമായെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ദിവസവും ചെയ്യുമല്ലേ? ടൈം വൈകി എനിക്ക് പോകണം. രാവിലെ ഒരു പല്ല് കേൾക്കും, ഇങ്ങനെ പല്ല് കേൾക്കും. തേക്കണ്ട, പുള്ളിക്ക് നിന്നാ മതി. അയ്യോ, എന്തൊരവസ്ഥയാ! പല്ല് ഇത് കേട്ടോ, സുരേഷ് ഗോപിക്ക് പല്ല് കേൾക്കണ്ട, സുരേഷ് ഗോപി ബ്രഷിങ്ങിന് വെച്ചിട്ട് നിന്നാ മതി. ശബ്ദം വരുന്നേ ഉള്ളൂ. അയ്യോ, എന്നെ വിറ്റത്. മമ്മൂട്ടി ചന്തി റൈറ്റ് ഹാൻഡ് ആണോ? റൈറ്റ് ഹാൻഡ് വെച്ചാണോ കുട്ടി എഴുതുന്നത്? കൊടു. എടുത്തുക. മമ്മൂട്ടിക്ക് കുണ്ടികളുണ്ട്, ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കൈ ഇങ്ങനെ തന്നെ വരും ഡയലോഗ് പറയുമ്പോ, അല്ലേ? അല്ല, മമ്മൂട്ടി അങ്ങനല്ല. മമ്മൂട്ടി ഇങ്ങനെ ഒരു സാധനം തോന്നുന്നു. അതെന്തിനാ അവിടെ വെക്കുന്നേ? സ്റ്റൈല്. ഈ ചരിഞ്ഞു പോകുന്ന എന്തുകൊണ്ടായിരിക്കും? ചരിഞ്ഞു പോകുന്ന കാരണം എന്തായിരിക്കും? ഇടത്തോട്ടാണോ? മറ്റേ പൃഥ്വിരാജ് മോഹൻലാലിനെ വെച്ച് അഭിനയിച്ച് പടം എടുത്തപ്പോഴേ ഇടത്തോട്ട് മുണ്ട്, വലത്തോട്ട് മുണ്ട്. മോഹൻലാലിനോട് പൃഥ്വിരാജ് പറഞ്ഞു, ചേട്ടാ ആ ചെരിവ് കുറച്ചുകൂടി വേണമെന്ന്, അത്ര പോരെന്ന്. അതുകൊണ്ട് കുറച്ചുകൂടി ചരിച്ചെന്നുള്ളി. ഏത്? ആര്? മോഹൻലാലോ? അങ്ങനെ പറഞ്ഞു. ചെരിവ് അത്ര പോരെ. എന്റെ അളിയാ, പൃഥ്വിരാജ് ഒരു സംഭവം അല്ലേ? ഓ, പൃഥ്വിരാജിനെ പോലൊരു സംഭവം, വേറൊരു സംഭവം. കുറച്ച് ഫോട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, സ്ക്രിപ്റ്റ് എഴുതുന്ന ഫോട്ടോ ഒക്കെ ഇട്ടേക്കോ ഫേസ്ബുക്കില്. ഞാൻ എഴുതുന്ന ആളാണ്, എഴുത്തും വായന അറിയാന്നൊക്കെ. എന്നിട്ട് പോട്ടെ, പൃഥ്വിരാജ് എഴുതുന്നിരുന്ന് അതിന്റെ ഫോട്ടോ ഏട്ടനും ചെയ്യുന്നുണ്ട്. ഏട്ടൻ വെട്ടിക്കളയുന്ന സീൻ വെട്ടുക. എന്റെ അഭിപ്രായത്തിൽ പൃഥ്വിരാജൊക്കെ ശരിക്കും അഭിനയം പഠിക്കാൻ പോണം. അത് ഈ പടമല്ല, ബറോസിന്റെ വെട്ടിയത്. ഈ പൃഥ്വിരാജൊക്കെ ശരിക്കും ഒരു ആക്ടിംഗ് സ്കൂളിലൊക്കെ പോയി അഭിനയം പഠിക്കണം. പറ്റും. കാരണം എന്താ പറയാ, പറ്റും, ഇയാളെ കൊണ്ട് പറ്റും. അതിനുള്ള ബോധമൊക്കെ ഉണ്ട്, ബേസിക് ബോധമൊക്കെ ഉണ്ട്. പഠിച്ചതാണ് ആക്ടിംഗ് ഒന്നും പഠിച്ചിട്ടോ? ഇവൻ വേറെ പാസ്സായില്ല, തോറ്റ് തുന്നമ്പാടി വന്നതാണ്ട, അല്ല ഒന്നുമല്ല. ഫഹദ് ഫാസിൽ പാസ്സായി, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇവരൊക്കെ അങ്ങനെ ആ സ്കൂൾ വഴി കറങ്ങി വന്നതാ. സ്കൂളാണോ പഠിച്ചത്? ഓ, അവൻ പഠിച്ചിട്ടൊന്നുമില്ല. പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടില്ല. അതിന്റെ കാണിക്കും സിനിമ കണ്ടില്ലേ? എന്ത് കിടന്ന് കാണിക്കുന്നത്? ഭയങ്കര അഭിനയം. എന്തു അയ്യോ, പൃഥ്വിരാജ് ഏതെങ്കിലും ഒരു പടം ഉണ്ടോ അവൻ അഭിനയിച്ചതായിട്ട്? അല്ല, ഏതെങ്കിലും ഒരു പടം ഉണ്ടോ പൃഥ്വിരാജ് അഭിനയിക്കുന്നതല്ലോ? ഭയങ്കര അഭിനയമൊക്കെ കേട്ടോ, ശരിയാ. പഠിച്ചിട്ടുണ്ടെന്നല്ല, ഭയങ്കര അഭിനയം. എന്തൊരു അഭിനയം! ഇങ്ങനെ അഭിനയിക്കും. അത് പോരാത്തിന്
ആ ഡയറക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചരിവ് കൂടുതൽ പോരട്ടെ. എന്റെ അമ്മേ, കുറച്ചുകൂടി മോലാലി കിടന്നു പോയത്. ഇതിങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന മോലാലി. ഇത് മതിയോ മോനെ? മെയിൻ ബിലീഫ് ആയോന്ന്? തൂറമുട്ടി ചരിയുന്നതോ? കൊച്ചു പറയണോ? കഷ്ടമാണ്. അല്ല, ഞാനൊക്കെ ഇങ്ങനെ ചെരിയായിരുന്നു. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോ ഒരു ഗ്യാസ് ഒക്കെ തോന്നി കഴിഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞു കൊടുത്തു. അങ്ങനെ ശരിയാണോ? അങ്ങനെ എനിക്ക് അയ്യോ ശരിയാ കേട്ടോ. ഇയാൾ ചെറുപ്പത്തിലേ ഇങ്ങനെ വിട്ടുവിട്ടേ തീർന്നടാ, തീർന്ന്. ഇതിന് കൊറേ സാധനം വരും. ഇങ്ങനെ അയ്യോ ഇതാ പ്രശ്നം. ഇതാ മറ്റേ പിള്ളേർ അറിയണ്ട. ആ എങ്ങനെ നമ്മൾ ഈ മറ്റേ കസേരയിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ ചരിഞ്ഞിരിക്കും. അതങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞ പോലെ. അത് കൊള്ളാം കേട്ടോ. സാധനം അടിപൊളി സാധനമാണത്. എന്തുകൊണ്ട് ചരിഞ്ഞിരിക്കുന്നു മോഹൻലാല്? വളി വിടാൻ എങ്ങാണ്ട് ചരിഞ്ഞതാ. പിന്നെ അതുപോലെ അങ്ങ് ആയിപ്പോയി. പല്ല് തേക്കണ്ട മോഹൻലാലിന് ചരിഞ്ഞു. മമ്മൂട്ടിയും എല്ലാം ആയല്ലേ? കറക്റ്റ്. കുറെ സാധനം കിട്ടി. മമ്മൂട്ടി ജിഹാദി അടക്കം എല്ലാം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. എന്ത് സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എന്തിനു സംശയം ഉണ്ടോ ചോദിക്കണം. പറഞ്ഞുതരാം. ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട് ഇവിടെ. ഇതിപ്പോ വിനായകൻ കഴിഞ്ഞ ദിവസം ഒന്ന് തട്ടിയിട്ടുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറയുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കാര്യം. ഇച്ചിരി ഓവർ ആണല്ലോ. പുള്ളി ഇച്ചിരി എന്തോ നിർത്താറായില്ലേ? ഇച്ചിരി ഒന്ന് പറഞ്ഞ കൂട്ടുവാ. ഏതാ കിട്ടിയ ചാൻസ് പോരാ. പുള്ളി അങ്ങ് കണ്ടെന്നാ പറഞ്ഞത്. ലോകമൊക്കെ എന്ത് പറയണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എടോ ഒരിടത്ത് ടൂർ പോയിട്ട് തിരിച്ചു വരുന്നവനൊക്കെ എന്ത് കണ്ടെന്ന് ഈ പറയുന്നത്? എന്നിട്ട് വേറെ വല്ലവനൊക്കെ എഴുതിയതാണോ ഈ പറയുന്നേ? ഇയാളിതൊന്ന് ഒരു രാജ്യത്തെ നമ്മളിപ്പോ ഇവിടെ വന്നിറങ്ങി ഈ സ്ഥലത്തെ പറ്റി പറയാനാണ്. ഞാനിവിടെ ഒരു ദിവസം മൊത്തം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെയും പറയാം. അത്രേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അല്ല കൂടുതൽ പുതിയതായിട്ടൊന്നും കണ്ടെത്തിയൊന്നും പറഞ്ഞിട്ടുള്ള ആളൊന്നും അല്ല. പിന്നെ ഇയാളെ പൊക്കിയെടുത്തോണ്ട് അങ്ങ് നടക്കുക എല്ലാവരുടെ. ഇയാളെന്തോ ലോകം കണ്ടാണ്. ചില പൊട്ടന്മാരെ നല്ല ഐറ്റമാ. ഒന്നാമത്തെ കാര്യമല്ലോ, ഇയാൾ ഇത്രയും വലിയ തള്ളുകാരനാണ്. എല്ലായിടത്തും വീഴ്ച വരികയും ചെയ്യും. തള്ളി കയറി വരും. എവിടെ ക്യാമറ ഉണ്ടെങ്കിൽ തള്ളി കയറി വരും. എന്നിട്ട് പോലും ഇയാൾ പോയ സ്ഥലങ്ങളിൽ നിന്ന് പുള്ളി വീഡിയോ ചെയ്യത്തില്ല. അപ്പൊ അത് ആരോ എടുത്ത് അയച്ചു കൊടുക്കുന്നതല്ലേ? അതോ ഇനി സന്തോഷ് ജോർജ് കുളങ്ങര വീഡിയോഗ്രാഫർ? ഇയാള് ഞാൻ മറ്റേ ടൂർ പോകണമല്ലായിരിക്കും ചിലപ്പോ. ഞാൻ ഈ ഗോവയിലൊക്കെ പോയിട്ടെ എനിക്ക് ബീച്ച് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ റൂമിൽ ടി വി ഒക്കെ കാണുള്ളൂ. ഇയാള് ചിലപ്പോ അവര് ക്യാമറമാനെ പറഞ്ഞു വിടുമായിരിക്കും. അവിടെ പോയിട്ട് ചിലപ്പോ ഇയാള് റൂമിൽ ഇയാള് സംസാരിക്കുന്നുണ്ട്. ഇയാൾ ഇപ്പൊ കിടന്ന് കാണിക്കുന്നുണ്ട് പലതും. പക്ഷെ ഇയാള് പണ്ടൊന്നും ഒരിടത്തും പോയിട്ട് ഇയാളെ വീഡിയോയിൽ ഇയാളെ കാണിക്കത്തില്ല. അല്ലേ പിന്നെ അയാളുടെ ഫോട്ടോ ഇടണം. ഇനി ഞാൻ വിശ്വസിക്കണമെന്ന് അയാൾ ഫോട്ടോ ഇട്ടേ പറ്റത്തുള്ളൂ. കാരണം അയാൾ അവിടെ പോയിട്ടില്ലെന്ന് ഞാൻ പറയും. കാരണം വീഡിയോ ഓരോ ഫുട്ടേജ് അയച്ചു കൊടുക്കുക. ഇയാൾ ഇവിടുന്ന് സ്ക്രിപ്റ്റ് എഴുതും. ഇയാളാണോ വേറെ വല്ലവരാണോ എഴുതുന്നത്? അല്ല ഇയാൾ പ്രൊഡ്യൂസർ ആയിരിക്കുന്നില്ല. ഇയാൾക്ക് മറ്റേ പുസ്തക കടയൊക്കെ ഉണ്ട്. വലിയ കാശുകാരനാണ്. അപ്പൊ ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് വേറൊരാളാ വായിക്കുന്നേ. മനസ്സിലായോ? അയാൾ വായിച്ച് ഇതെന്ത് പാടിരിക്കുന്നേ? എനിക്കിപ്പോ ഇവിടത്തെ ഒരു വീഡിയോ അയച്ചത് ഞാൻ കാണിച്ചത് ഇതിനേക്കാളും കിട്ടുന്ന സ്ക്രിപ്റ്റ്. അവിടുത്തെ അയാൾ കണ്ടതിനൊക്കെ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണുകയും ചെയ്യും. അല്ല ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാലേ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഗൂഗിളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇല്ല അന്നെന്താ ഇല്ലാത്ത അന്ന് ഇതുപോലെ തന്നെ ഇൻഫർമേഷൻ എടുത്തിട്ട് എത്ര അധികം പെട്ടെന്ന് ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ടല്ലോ. ഇയാൾ ഓരോന്നിരുന്ന് എഴുതി വായിച്ച് അവിടെ നിന്ന് എഴുതി ഓരോന്നൊക്കെ വായിച്ചെടുത്തിട്ട് ഏതൊക്കെ മാഗസിൻ നോക്കിയാ പോരെ. ഞാൻ അറിഞ്ഞില്ല ഒന്നും. ഇയാളെ വലിയ സീനൊന്നും ഇല്ല. ഇയാളെ നമ്പരുന്ന് വിനായകൻ പറഞ്ഞു. അങ്ങനെ അത് ചുമ്മാ വിനായകൻ വേറെ രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനല്ല സംഭവം. ഞാൻ പറഞ്ഞത് ഇയാളെ കുറച്ചാളായിട്ട് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാൾ എല്ലായിടത്തും വന്ന് ഭയങ്കര എന്തോ ട്രാവൽ ചെയ്ത് വന്ന ഒരാൾ സംസാരിക്കുന്ന പോലെ എല്ലാം അറിയാവുന്ന ഒരാളെ പോലെ ഒന്ന് കത്തിക്കുന്നേക്ക. ചുമ്മാ വെറുതെ പറയുന്ന പകുതിയിൽ തള്ളു. അയാൾക്ക് വില ഇല്ലെന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. എല്ലായിടത്തും വന്ന് കയറിയിരുന്ന ഭയങ്കര എന്തോ സംഭവം ഇരുന്ന ഒരു തൊപ്പിയും വെച്ച് ഇറങ്ങും രാവിലെ. ഈ തൊപ്പിയൊക്കെ ഇയാൾ എവിടെ നിന്ന് കൊണ്ടിരുന്നാണോ എന്തോ? എന്തിനീ തൊപ്പി? എന്നാ പിന്നെ വിഗ് വെക്കുവോ മറ്റേ ഇത് വല്ലതും വെച്ചൂടെ? എന്ത് പറയുന്നത്? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യരുത്. തൊപ്പി സ്റ്റൈലായിരിക്കും അല്ലേ? തൊപ്പി മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അങ്ങനെ എന്തോ ആ മൂട് പിടിക്കാനായി തൊപ്പി. അയ്യേ ചഞ്ചാന് ഇതൊക്കെ ഇപ്പൊ വേണേ ഗൂഗിൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് കഥ പറയാം. വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. എന്തോ ഇത്ര പാട്? അയാൾ അത്ര അയാളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടോ? അയാൾ അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അന്നത്തെ പരിപാടി കൊള്ളാം. അന്ന് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഈ സാധനം ചെയ്ത ഐഡിയ കൊള്ളാം.
അല്ലാതെ ഇയാള് പോയി കണ്ടു, ഇയാള് പോയി ഉണ്ടാക്കി, ഇയാൾ ഒരു പഴവും കണ്ടിട്ടില്ല. മോഹൻലാൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ് നടക്കണത്, മനസ്സിലായോ? അതായത് പരിപാടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം പരിപാടി. അന്ന് അഭിനയിച്ച കഥ പറഞ്ഞോണ്ടിരിക്കുമല്ലോ, ഇപ്പൊ ഏകദേശം കേൾക്കാൻ തുടങ്ങുക. സന്തോഷ് ജോർജ് ഇനി കണ്ടോണം മേടിക്കും. കാരണം കൊള്ളത്തില്ല, ഉള്ള കാര്യം പറയാലോ, കൊള്ളത്തില്ല. ഇയാള് പറയുന്ന പകുതിയും നല്ല പോഴത്തരവാ. എടാ പോട്ടെ, ഇയാളൊരു 10 ദിവസം പോയി അവിടെ കറങ്ങിയല്ലേ. എടാ ഞാൻ 11 വർഷം പോയിട്ട് നിന്ന് അവിടെ ജോലിയും ചെയ്ത് ഇവിടെ ഉള്ള സകല സാധനം കണ്ടിട്ട് പോലും അവിടെ കാണാത്തതും അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകത്തില്ലേ അവിടെ ഒന്നും ജിഹാദികളൊന്നും. ഓ അപ്പൊ ഇത് കാണാതെ ഇവൻ നിന്നുകൊണ്ട് വലിയ കണ്ടു, രാജ്യം കണ്ടു, മറ്റേത് കണ്ടു. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ടൂറിസ്റ്റ് പോയി 10 ദിവസം ഇവിടെ നിന്ന് ടൂർ പാക്കേജിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും പോയി അവിടെ ഇവിടെ. ഇതാണോ അത്? ഈഫൽ ടവർ, ഈഫൽ ടവർ കണ്ടു, അതിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരുന്ന വലിയ ട്രിപ്പ് നടത്തുന്ന ആൾക്കാർ. അതല്ല യാത്ര. ബ്രിഡ്ജിന്റെ അവിടെ ഒരു ഫോട്ടോ കേരളത്തിൽ നിന്ന് വന്ന മലയാളികളുടെ എല്ലാരും എടുക്കും. ആ ബ്രിഡ്ജിന്റെ അപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കും, ഈഫൽ ടവറിന്റെ ഫോട്ടോ എടുക്കും. എന്നിട്ട് പറയുന്നതാണ് 10 ദിവസം അവിടെ തണ്ടി ഇവിടെ തണ്ടി ഇവിടെ വന്നിട്ട് കിടന്ന് ഭയങ്കര വീമ്പളക്കാം. ദുബായ് ബുർജ് ഖലീഫ എടുക്കും. ഇവിടെ കാണത്തില്ല. അപ്പൊ അതാണ് സംഭവം, അതാണ് പുള്ളി. അല്ലാതെ പുള്ളി അവിടെ ഒന്നും അധികം നാളെ നിന്നിട്ടൊന്നും ഇല്ല. പോയിട്ടുണ്ടോന്നറിയാൻ എനിക്ക് സംശയമുണ്ട്. അല്ലെ പിന്നെ ഓരോ സ്ഥലത്ത് പോയതിന്റെ ടിക്കറ്റ് അതുപോലെ തന്നെ ഫോട്ടോ എങ്കിലും കാണിക്കണം, അല്ലാതെ സമ്മതിക്കാൻ പറ്റത്തില്ല. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കേസ് അങ്ങനെയാ. എന്നാ പാസ്പോർട്ട് കാണിക്കും, ആ പാസ്പോർട്ടിന്റെ ഫോട്ടോ എടുത്താൽ മതി. അല്ല എന്താ കാണിക്കണം, ഇയാൾ ട്രാവൽ ചെയ്യുന്നുള്ളതിന് തെളിവ് വേണം. എനിക്ക് വീഡിയോ കണ്ടിട്ട് ഒരിടത്ത് ഇയാൾ പോകുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അമേരിക്കയിലായിരുന്നു. ഇയാൾ എന്നാ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ മാത്രമാണോ? അല്ലല്ലോ, ഇയാൾ വലിയ സംസാരക്കാരനാണ്, ഇയാൾ ഭയങ്കര സംഭവമാണ്. ഇയാൾ ഒരു പ്രാവശ്യം പോലും വീഡിയോയുടെ മുന്നിൽ വന്നില്ല. എന്താ അത്രയ്ക്ക് സഭാകമ്പമായിരുന്നു. ഇതെന്നെ പിന്നെ മരുന്ന് കഴിച്ച് മാറ്റിയോ? അല്ല പിന്നെന്താ മരുന്ന് കഴിച്ച് മാറ്റിയാണോ ഈ അസുഖം? അയാളിപ്പോ എല്ലാ ക്യാമറയുടെ മുന്നിലും വന്ന് ഒരു ചൂത്തിരിപ്പുണ്ടല്ലോ, എന്നിട്ട് വലിയ വർത്താനോ പറയുന്നത്. ഈ വർത്താനം ഒന്നും അയാൾക്ക് അന്ന് പറയണ്ട, അന്ന് വേറൊരാളെ കൊണ്ടാ പറയിക്കുന്നത്. പുള്ളി പറയുന്നത് എന്താ പറയുന്നത്, പുള്ളി ക്യാമറ കൊണ്ട് നടന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ വേറൊരാളെ കൂടെ കൂട്ടാതിരുന്നത് അതിന്റെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പുള്ളി എവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലും കുറവല്ലേടോ വേറൊരാളെ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുത്താ? മറ്റേ പടത്തിൽ ചെയ്ത പോലെ ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നടന്നോന്ന് കാണിച്ചൂടെ? വേണ്ട, എനിക്ക് അയാളുടെ പാസ്പോർട്ടാ വേണ്ടേ. പാസ്പോർട്ട് മതി. ആ പാസ്പോർട്ട് ഇടണം, കാണിക്കണം. സന്തോഷ് ജോർജ് അങ്ങനെ ട്രാവൽ ചെയ്യുന്ന തെളിവ് വേണം, അല്ലാതൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കൊണ്ട് വലിയ കാര്യമല്ലേ. ഇത് വേറെ ഇപ്പോഴാണ് കൂടുതൽ ചെയ്യാൻ, പക്ഷെ അന്നത്തെ കാലത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാസറ്റ് അയച്ചു കൊടുക്കണം, ഇത് റെക്കോർഡ് ചെയ്തിട്ടേ. അതൊക്കെ ആരും നാട്ടിൽ വരുന്നവരെ കൊണ്ടുവന്ന് കാണും, കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ. മനസ്സിലായി, കുറെ സ്ഥലത്ത് പോയും കാണും, പോയില്ലെന്ന് പറയത്തില്ല. പക്ഷെ എല്ലായിടത്തും അങ്ങ് പോയി, എല്ലാം ആ ടാക്സി കയറിയപ്പോ മറ്റേയാളെ കണ്ടു. ഞാൻ അവിടെ ചെന്നപ്പോ ഇവനായിരുന്നു എന്റെ കൂടെ നടന്നത്. പേരുണ്ട് മറ്റേതായിരുന്നു മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കഥ പറയുന്നുണ്ട്. ബൊളീവിയയിൽ യാത്ര ചെന്നിരുന്നപ്പോൾ ചെക്കോസ്ലോവാക്യയിലൂടെ കടന്നു പോയപ്പോൾ ബൈക്കിന്റെ പുറകിൽ ഞാൻ ചെന്നപ്പോ അവളെ കണ്ടു, ഇവളെ കണ്ടു. അവൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പറഞ്ഞു. തൊലിഞ്ഞ സാധനം അവിടെ അത് കഴിഞ്ഞു. ഇവിടെ ഒരുത്തരൊക്കെ ഇപ്പൊ പിള്ളേരെന്താ പരിപാടി എന്ന് പറയാമോ? പിള്ളേർ തീവ്രവാദികളുടെ ഇടയിൽ പോയി നടക്കുന്നതിന്റെ ഇടയിലോട് ചെന്ന് കയറിയിട്ട് അവിടെ എന്താ പരിപാടി? അപ്പോഴാ സന്തോഷ് ജോർജ് പഴയ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഇവിടെ, മറ്റേ ചന്തിയല്ല തഴമ്പും കാണിച്ച്. അല്ല പിന്നെ എന്താ പറയുന്നത്, നിർത്തിപ്പോക്കോ നൊമാഡ് അവനാണേല്. അവനൊക്കെ വേറെ പരിപാടി. അയ്യോ, അവനെ BBC എന്നൊക്കെ വിളിച്ചു ചോദിച്ചു. ഇയാൾ ഏതെങ്കിലും പട്ടി ചോദിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും ചോദിച്ചോ ഇയാളോട് എന്തേലും? ഇവിടുത്തെ ചാനലുകാർ പോലും ചോദിച്ചിട്ടില്ല, മനസ്സിലായോ? മലയാള ചാനലിൽ പോലും വന്നിട്ടില്ല. അവനെ BBC വരെ വരുത്തി. അതാണ്, അത് വേറെ റേഞ്ച് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൊച്ചു പിള്ളേര് കേട്ടാ, ഇത്രയും വലിയ പൈസ ആളൊന്നും അല്ല, മനസ്സിലായല്ലേ? പാരമ്പര്യ സ്വത്തൊന്നുള്ള ആളൊന്നും അല്ലെന്ന് അവന്റെ ആൾ എന്നിട്ട്. പക്ഷെ ഇപ്പൊ അത് പോസിബിൾ ആണ് ഒരു പരിധി വരെ. പഴയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പഴയതൊന്നും അത്ര വലിയ ഭീകരമൊന്നും അല്ല. ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആണെന്ന ഫീലൊക്കെ ഇപ്പൊ ആ പരിപാടിക്കുള്ളൂ. പിന്നെ അവിടെ എവിടെയൊക്കെ പോയെന്നും വന്നെന്നൊക്കെ പറഞ്ഞ് എങ്ങാണ്ടൊക്കെ കുറെ ട്രിപ്പ് അടിച്ച് അവിടെ കുറച്ച് അനുഭവം കിട്ടി. ഞാൻ അത് കണ്ട് ഇത് കണ്ടെന്ന് പറഞ്ഞാൽ പലതും അത്ര വലിയ കൊള്ളത്തൊന്നും ഇല്ല. ഏതാ അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്. മനസ്സിലായില്ലേ? പുള്ളി പറഞ്ഞ അറബികളുടെ വീട്ടിൽ ചെന്നാ ഭയങ്കര സൽക്കാരമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേൾക്കുന്ന വാർത്തയാ 34 കോടി ചോദിച്ചെന്ന്. ഇവൻ എന്ത് പൊട്ടലാണെന്ന് ആലോചിക്ക്. അങ്ങനെയൊക്കെ പറയാവോ? എന്തോ ചെയ്യണ്ടേ ഇവനെയൊക്കെ? അങ്ങനൊന്നും അല്ലത്, പറയേണ്ട കാര്യം അതല്ല. മനസ്സിലായി? ഇത് രണ്ടും അവിടെയൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ പറയരുത്. ആള് ചിലതൊക്കെ പറയുന്ന കേൾക്കുമ്പോ അങ്ങ് വലിയ തള്ള. അത് ഒരു കൂട്ടരെ സൂചിപ്പിക്കാൻ ഒരു സമയത്ത് ഒന്ന് പറയും, വേറൊരു കൂട്ടരെ സൂചിപ്പിക്കാൻ വേറൊന്ന് പറയും. ഇതെന്തോ ഇത് സൂചിപ്പിക്കലോ? പുള്ളി ഒരു സൂചിപ്പിക്കലുകാരനാ, ഗവൺമെന്റിനെ സൂചിപ്പിക്കും ഇടയ്ക്കൊക്കെ. ഇടയ്ക്ക് ഒരു ഡോക്ടറാണ് ചോദിച്ചു, കേരളത്തിന്റെയും മറ്റു രാജ്യങ്ങളിലെല്ലാം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് ആരോഗ്യത്തെ പറ്റി എന്താണ് മനസ്സിലാവും? ഉടനെ പുള്ളി, ഒരു ഡോക്ടറൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഈ നാട്ടിലെ ഹെൽത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലെന്ന്. ഡോക്ടർമാരെ അങ്ങ് ആദ്യം എന്നാ പിന്നെ എഴുന്നേറ്റ് പോടാവുകയെന്ന് പറയണം.
നീ എന്തിനാ ഇതൊക്കെ കഷ്ടപ്പെട്ട് പറയുന്നത്? അതാണ് ഈ അധപ്പതനം. എന്നിട്ട് പറയാം പുള്ളി പറയാം, മറ്റു രാജ്യങ്ങളിൽ ആരോഗ്യമുള്ളവരുടെ എണ്ണം കൂട്ടുമ്പോൾ ഇവിടെ നമ്മൾ രോഗികളുടെ എണ്ണം കൂടുവാന്ന്. കേരളത്തിലിവിടെ രോഗികളുടെ എണ്ണം തുടങ്ങി. ഇപ്പൊ ഇവനിവിടെ താമസിക്കുന്ന രോഗിയാണോ? ഇതൊക്കെ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചുമ്മാ അങ്ങ് തള്ളി മറിക്ക് വന്നിരുന്നിട്ട് അങ്ങ് ഇവിടെ എല്ലാം രോഗികളുടെ എണ്ണം കൂടും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? രോഗികളുടെ എണ്ണം കൂടുക കേരളത്തില്. ഇയാള് എവിടെ ട്രാവൽ ചെയ്തപ്പോ കൊള്ളാന്ന്? മറ്റേ ഈ എന്താ പറയുക, ഡെവലപ്ഡ് കൺട്രീസ് മാത്രം യാത്ര ചെയ്ത് ശീലിച്ച ആളാണോ? ഹൈ ക്ലാസ് ആയിരിക്കും. ഹൈ ക്ലാസ് ട്രാവലറാ കേട്ടോ. അതാ പറഞ്ഞേ, അറബികളുടെ വീട്ടിൽ പോയി ഊണ്, പിന്നെ മറ്റേ ഇവിടെ യൂറോപ്പ് മൊത്തം, പിന്നെ ജർമ്മനിയിൽ പോയപ്പോൾ ഇതൊക്കെയാ സംഭവിച്ചത്. അമേരിക്ക, UK, കാനഡ പാരമ്പര്യമായിട്ട് സ്വത്തുള്ള ആളാണല്ലോ. അതുകൊണ്ട് ചിലപ്പോ ഭയങ്കര ലൗഡായിട്ട് അവിടെ മാത്രമേ പുള്ളി കണ്ടുള്ളൂ. മനുഷ്യനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാള് ചെല്ലുന്നിടത്ത് ഇയാൾക്ക് അത്തരം ആളുകളെയൊക്കെ പരിചയവും കാണും. അല്ല, അവിടെയൊക്കെ കണക്ഷൻ ഉണ്ടാവും. അതുപോലെ പുള്ളി ടാക്സിയിലൊക്കെ അല്ലേ സഞ്ചരിച്ചത്? എല്ലാം നല്ല സൗകര്യമായിട്ടാ പോയി കണ്ടത്. നടന്നു പോകണം. എടോ അവിടെയൊക്കെ അങ്ങനെ കേട്ടോ. അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഇപ്പൊ അമേരിക്കൻ ആണെങ്കിലും ചില ഏരിയ ഒന്നും അത്ര നല്ലതൊന്നുമല്ല. അവിടെ ഒന്നും താൻ പോകണ്ട, അവര് പിടിച്ചു നിർത്തും. വേറെ വല്ലയിടത്തൊന്നും വന്ന ജീവിയാന്ന് വിചാരിച്ചു സമ്മതിക്കില്ല. ഇതാണ് നീയാണോ സഞ്ചാരി? നീ എന്ത് സഞ്ചരിച്ചെന്ന്? എവിടോട്ടായി സഞ്ചരിക്കുന്നതെന്ന്? എടാ ഈ ഫോട്ടോ വെച്ച് വന്നിട്ട് ഒരു 2-3 മാസമൊക്കെ ഇമാര് താമസിച്ച് ഈ കേരളം കണ്ട് പഠിച്ച്, കേരളത്തിൽ മൊത്തം അവർക്ക് പോകാൻ പറ്റത്തില്ല, എന്നാലും ഒരു സ്ഥലത്ത് ചെന്നാ ഒരു മാസമൊക്കെ നിൽക്കും. ഇന്ത്യയിലൊക്കെ ഒരു വർഷമാണ് ട്രാവൽ ചെയ്യുന്നത് യൂറോപ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു ജർമ്മൻകാരൻ ഉണ്ട് അവിടെ ഒരുത്തൻ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 മാസമായി. എന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടിൽ 3 അല്ല, ഏകദേശം 5 മാസമായി അവിടെ താമസിക്കുന്നത്. അവൻ കേരളത്തിനെ പറ്റി ഇത്രയും വർത്താനം പറയത്തില്ല അവിടെ പോയിട്ട്. ഇത് 5 ദിവസം പോയിട്ട് തിരിച്ചു വന്നവൻ അതിൽ കൂടുതൽ ജർമ്മനിയെ പറ്റി പറയും. അതാണ് നമ്മുടെ നാട്ടിലെ ട്രാവലറുടെ ഒരു പ്രത്യേകത. കുളങ്ങരയുടെ കുരാക്കളം എന്തോന്ന് പറഞ്ഞ കുരക്കളോ? സന്തോഷ കുളങ്ങര, നല്ല രസമുണ്ട്. കുളംകര എന്തൊരു പാർട്ടിയാണോ ഇയാൾ? എന്നാലും അത്ര നാൾ ഓരോരുത്തരും ഈ വലിയ ഡാലം അടിച്ച് പറ്റിക്കുക, എന്നിട്ട് വലിയ സംഭവമാണ്. ആ സഫാരിയൊക്കെ എടുത്തൊന്ന് കാണണം. ഇനി കുറച്ച് 1-2 ഞാനും കണ്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നുമില്ല. പക്ഷെ എനിക്കില്ല താല്പര്യം തോന്നിയില്ല, കാരണം ഇതിലും വലിയ ട്രാവൽ ലോഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. എടോ എന്തിനാദ്യം പറഞ്ഞ ഹിസ്റ്ററി ചാനലോ നാഷണൽ ജോഗ്രഫി ഒക്കെ കണ്ടാ പോരെ? എന്തിനാ ഇവനൊക്കെ പറയുന്നത് കേൾക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവർക്ക് മലയാളം മാത്രം അറിയാവുന്നവരുടെ താരമാണെന്ന് തോന്നുന്നല്ലേ ഇവരൊക്കെ? മലയാളം മാത്രം അറിയുന്ന ആൾക്കാരുടെ താരങ്ങളായിട്ട് ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഉണ്ട്. ഇതിന് പുറത്തോട്ടൊന്നും വലിയ റീച്ച് ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ്. വലിയ ഭയങ്കര പൊക്ക. ചോറും കറിയും ചോറും സാമ്പാറും കൂട്ടി കുഴച്ചങ്ങോട്ട് തിന്നണം. ടീമാണ്. അപ്പൊ അല്ല, വേറെ ഇഷ്ടംപോലെ പരിപാടികളുണ്ടെന്നേ. ഇതൊന്നും കാണാത്തവരായിരിക്കും ചിലപ്പോ ഇവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നേ. മറ്റേ ഇവൻ എന്തോ എന്റെ പേര് വേറെത്തുണ്ടല്ലോ, സുജിത് ഭക്തൻ. അയ്യോ അതാണ് കോമഡി. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് അവിടെ ഇങ്ങനെ കാണിക്കും, എന്ത് ഏണ്ടൊക്കെ പറയും. ഇത് ക്യാമറയൊക്കെ കാണണം. ഒരു അളിഞ്ഞ ക്യാമറയും പൊക്കി പിടിച്ച് വിഷ്വൽ എടുക്കാനും അറിയത്തില്ല, ഒരു സെൻസും ഇല്ലാത്തടത്ത് അവിടെ ഇവിടെയും പോയി ഓരോന്ന് വിളിച്ചു പറയും. അവിടുത്തെ സാധനങ്ങളുടെ വില പറയും. അതൊക്കെയാ പുള്ളിയുടെ ട്രാവലിംഗ്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കുറെ പൊട്ടന്മാരുണ്ട്, ഒന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടല്ലോ. പിന്നെ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ യൂട്യൂബിൽ പോലും നല്ലൊരു സാധനം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്തവരുടെയൊക്കെ ഹീറോസാണ്. നമ്മുടെ ഇന്ത്യയിൽ പൊതുവിൽ ട്രാവൽ ചെയ്ത് പോകുന്ന ആൾക്കാർ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് പല സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വില കുറച്ചെന്താ കിട്ടുന്നത് അതൊക്കെ തപ്പും. അതൊക്കെ എടുത്ത് പറഞ്ഞു ശരിയാ. ഒരു പ്രധാന പരിപാടിയാണ് അത്. ഏറ്റവും വില കുറവിൽ എന്തെങ്കിലും കിട്ടും, വെറുതെ കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ലോട്ടറി. അയ്യോ വെറുതെ കിട്ടുന്നൊക്കെ പറഞ്ഞാൽ ആ നാട്ടിലോട്ട് ടിക്കറ്റ് എടുത്ത് ട്രാവലേഴ്സിന്റെ എണ്ണം കൂടും. വലിയ ഫുഡും എല്ലാം വെറുതെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ട്രാവൽ വ്ലോഗും അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ യാത്ര ചെയ്തവന്റെയൊക്കെ അനുഭവങ്ങളും അവരുടെ പ്രോഡക്ട്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കോമഡിയാ ശരിക്കും പറഞ്ഞു. ഓട്ടറോ ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ ആള് ഈ തൊലിഞ്ഞൊരു ക്യാമറയും പൊക്കി പിടിച്ച് നടക്കുന്ന സമയത്ത് ഇതാണോ അന്നത്തെ ക്യാമറയും ക്വാളിറ്റി? എന്തോരം പ്രോഡക്ട്സ് വരുന്നുണ്ടോ, എന്തോരം വീഡിയോസ് നടക്കുന്നുണ്ടെന്നറിയോ, ഡോക്യുമെന്ററികൾ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട് കുറെയൊക്കെ, മനസ്സിലായില്ലേ? ഇയാളെ കാണുമ്പോ എനിക്കപ്പോ ഒരു ഇത് തോന്നും, മലയാള സിനിമ കാണുന്ന പോലെ തോന്നും. അപ്പൊ നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് ഫിലിം ഒക്കെ നല്ലൊരു പടം, ഇപ്പൊ അവതാർ പോലത്തെ ഒരു മൂവി കണ്ടതിന് ശേഷം വന്നിട്ട് മഞ്ഞുമല ബോയ്സ് കണ്ടാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു വ്യത്യാസം സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും സ്റ്റാൻഡേർഡ് ഉള്ള ട്രാവൽ വ്ലോഗ്സും തമ്മിലുണ്ട്. അത് വലിയ സംഭവം ഒന്നും ആക്കണ്ട ആളെ, നല്ല കിടുക്ക് സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ കിടന്നുകൊണ്ട് തള്ളി മറിച്ച് പുള്ളി അങ്ങ് തള്ളു. എന്താണെന്നറിയോ, പുള്ളിക്ക് കുറച്ചുകൂടെ വിൽക്കാനുണ്ട്, മനസ്സിലായി? അപ്പൊ അതിന് ഇങ്ങനെയൊക്കെ ഇറങ്ങി വന്ന് തള്ളിയാലേ അത് ആരെങ്കിലും ഇയാളെ കണ്ടിട്ട് അപ്പുറത്ത് പോയി നോക്കത്തും. അയാൾക്ക് സഫാരി ഭയങ്കര ചാനലാണ്, സഫാരി എന്നൊക്കെ എഴുതി വെക്കുമ്പോ ചെന്ന് കാണണം, എന്ന് നോക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല, കാണുമ്പോ പറയാം. പരസ്യമില്ലാതെ ഒരു ചാനൽ റൺ ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാശുള്ള ആളായിരിക്കും.
അങ്ങനൊന്നും അല്ലല്ലോ, ഇത് ചുമ്മാ പബ്ലിസിറ്റി കൊടുത്തിട്ട് വേറെ എന്തോ രീതിയിൽ ഇത് പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതെന്തോ ജിഹാദാന്ന് തോന്നുന്നത്. അത് വേറൊരു ജിഹാദ്, കുളങ്ങര ജിഹാദ്. പൈസ ആഡൊന്നും ഇല്ലാതെ ഒരു ചാനൽ നടത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ജിഹാദ് ഉണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഡാറ്റാബേസ് കളക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് അമേരിക്കയായിട്ട് എന്തോ ടൈപ്പുണ്ട്. അങ്ങനെ അതിന്റെ പരിപാടി. ചാരനാണോന്ന് സംശയമുണ്ട്. അതെ, അമേരിക്ക ചാരനാണോന്ന് സംശയമുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര, ജോർജ് ബുഷ് കുളംകര. ഞാൻ ഇയാളുടെ പരിപാടി എന്തോ ഒന്നിനെണ്ണം കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. ഇനി ഒന്ന് നോക്കണം, ഈ സഫാരി ഒന്ന് കയറി നോക്കണം. അയാളുടെ പ്രശ്നം ഏതാണെന്ന് അറിയാം. അത് നോക്കട്ടെ, അത് നല്ലതാണോ ചീത്തയാണെന്ന് അപ്പോഴല്ലേ അറിയത്തുള്ളൂ. മോഹൻലാൽ ഒന്നല്ലല്ലോ കാണുന്നതിന് മുമ്പ് ചീത്തയെന്ന് പറയാം. നമ്മളാ മോഹൻലാൽ അല്ലല്ലോ, ഇത് സന്തോഷ് ജോർജ് കുളങ്ങരയല്ലേടൂ. അയാളുടെ പരിപാടി ഒന്ന് കാണണ്ടേ, അല്ലാതെ എങ്ങനെ പറയുന്നത്. മോഹൻലാൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇയാളെ കണ്ടിട്ടില്ല പരിപാടി എന്തുവാന്ന്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല. ഒന്ന് കാണട്ടെ, ഒരു പ്രാവശ്യം കാണത്തുള്ളൂ, അല്ലെ ഒന്നോ രണ്ടോ എണ്ണം കാണണം, അപ്പൊ അറിയാം എന്താ നടക്കുന്നതെന്ന്. നാം നോക്കാൻ പറ്റുന്നുണ്ടോ എന്താ പറ്റിയെന്ന് നമുക്ക്. അപ്പൊ ഇടിച്ചു എല്ലാം കൊള്ളാം എല്ലാരും. അങ്ങനെയൊക്കെ പറയാറ്, കളിയാക്കുന്ന പോലെ. ലാലേട്ട എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴേ ഇപ്പൊ പലർക്കും കളിയാക്കുന്ന പോലെ തോന്നുന്നു. ലാലേട്ട ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടി ആഡ് ചെയ്തവനെ അല്ലാതെ അങ്ങനെ പറഞ്ഞു അയാൾ പറഞ്ഞു. ഡയറക്ടറോ? ഡയറക്ടർ ഇനിയിപ്പോ എങ്ങനെയായാലും അത് ട്രോളായി കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിൽ അതങ്ങ് ഇറക്കി വിട്ടതാണോ എന്നറിയില്ല. പുള്ളിക്ക് ചിലപ്പോ ട്രോൾ കിട്ടിയപ്പോ കുറച്ച് സാഡായിട്ടുണ്ടാവും ചിലപ്പോ. അപ്പൊ നമ്മൾ പറയുമല്ലോ, ഇപ്പൊ നമ്മളിപ്പോ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല ഞാൻ വീണതല്ല മറ്റേത് മറ്റേ സാധനം ഇറക്കുക. എങ്ങനെയായാലും ഞാൻ അതാണെങ്കിലും മറ്റേതാണെങ്കിലും രണ്ടും കണക്ക്. അങ്ങനെ ഒന്നും ചെയ്യരുത്. ലാലേട്ടനെ ട്രോൾ മെറ്റീരിയൽ ആക്കിയല്ലോ. ലാലേട്ടനും അറിയാമായിരുന്നു. അത് കൊള്ളാം. അങ്ങനെ കൂടി പറയുന്നു. ഇവനാരും അഖിൽമാരാറിന്റെ ചേട്ടൻ എല്ലാം അപ്പുറത്തും ഇപ്പുറത്തേക്കുന്നവരെ കൂട്ടുപിടിക്കാൻ. അപ്പൊ ശരി, എന്നാ പിന്നെ കാണാം. ടർബോ ഒന്നും കാണണമെന്നില്ല കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് പോകാതൊക്കെ ഇരിക്കാം. അയ്യോ 600 രൂപ പോയി അയാളുടെ അല്ലേ. പക്ഷെ കഷ്ടമായിപ്പോയി. വേറെ എന്തെല്ലാം ചെയ്യാന്ന്. എനിക്കതല്ല ഇതിനകത്ത്, വേറെ ആരെങ്കിലും കൊണ്ടുപോയിക്കൂടാ നീക്ക്. വിഷമം എനിക്ക് അതല്ല ഇതിനകത്ത് ദുഃഖം. എനിക്കെന്ന് പറഞ്ഞാൽ ഈ ടർബോ കാണാൻ വേണ്ടി താൻ ടിക്കറ്റ് എടുത്തിട്ട് താൻ പോയില്ലല്ലോ. താൻ പോയില്ല എന്നുള്ളത് അങ്ങനെ നിൽക്കുമ്പോ തന്നെ ഈ കാശ് ജിഹാദിലേക്ക് പോകുന്നുള്ളതാണ്. എനിക്ക് ജിഹാദൊക്കെ കുറച്ച് താല്പര്യമുള്ള വിഷയം. എനിക്കും അതെ. ലവ് ഒക്കെ ആണെ പിന്നെ ജിഹാദാണേലും കുഴപ്പമില്ല. ഏത് അല്ല പിന്നെ അതൊക്കെയാ. അയ്യടാ, മമ്മൂട്ടി ജിഹാദി ആരും മൈൻഡ് ചെയ്തില്ലേ? മൈൻഡ് ചെയ്തില്ലേ? ഇമാരി കിടന്ന് മുക്കി തൂറുവാ. മമ്മൂട്ടി അങ്ങനെയാണ്, മമ്മൂട്ടി എങ്ങനെയാണ്, ആരും മമ്മൂട്ടി മൈൻഡ് ചെയ്തില്ല ഒന്നത്. പിന്നെ അതുമല്ല, ഫാൻസുകാർ നോക്കിയില്ല, തിരിച്ചാരും ഒന്നും പറയുന്നില്ല, ആർക്കും വേണ്ടടേ എന്ന് പോടാന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്നവരോടൊക്കെ പറയാം പോടാ. നീയല്ല മമ്മൂട്ടി മൈൻഡ് ചെയ്തില്ല. പക്ഷെ എന്നാലും വേറെ ആരും മൈൻഡ് ചെയ്തില്ലെന്ന്, ആരും എടുക്കുന്നില്ല. കാരണം ഈ പൊട്ടന്മാരല്ലേ വന്നേക്കുന്നത്. മമ്മൂട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി പോലും ആരും വന്നില്ല. എന്നോട് അതിന്റെ പോലും ആവശ്യമില്ല. ഇത് ഈ ആരെ പറയുന്നതെന്ന് കാണുമ്പോ തന്നെ കാര്യം മനസ്സിലാവുക. പറഞ്ഞ മനസ്സിലായോ? നീയൊക്കെ പറയുന്ന കാണുമ്പോ തന്നെ നമുക്കറിയാം. നീ പറയുന്ന കാണുമ്പോ നമുക്കറിയാം. മനസ്സിലായോ? നിന്നെ കാണുമ്പോ അറിയാം, നീ പറയണ്ട. നിന്നെ കാണുമ്പോഴേ അറിയാം നീ എന്തിനാ വന്നതെന്ന്. അങ്ങനെ എല്ലാരും പ്രതികരിക്കുന്നു ഇപ്പൊ അവന്മാരോട്. ഇവന്മാര് കിടന്ന് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് കഥയടിച്ചിറക്കും. പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. മമ്മൂട്ടി ജിഹാദിയാണ് പോലും. ആയിക്കോട്ടെന്നൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അയാളെ കുറച്ച് ജിഹാദി കൊള്ളാവുന്ന പരിപാടിയാണല്ലോ. അപ്പൊ ഇതാണോ എടാ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ജിഹാദൊക്കെ നല്ല പരിപാടിയാന്ന് വിചാരിക്കും. ഇത്ര നല്ല സിനിമയൊക്കെ ഇറക്കി വിടുന്ന ഒരാളെ പറ്റി ജിഹാദിയാന്നൊക്കെ പറഞ്ഞല്ലേ ആൾക്കാർ. ഇത് കൊള്ളാവുന്ന എന്താ പരിപാടിയാന്ന്. ഈ മോഹൻലാൽ മറ്റേ അമൃതാനന്ദയുടെ അടുത്ത് പോണ കണ്ടിട്ട് ചില ടീമുകൾ പോകുമല്ലോ, അതുപോലെ എന്തോ അടിപൊളി പരിപാടിയാന്നും പറഞ്ഞ് വേറെ ടീം പോകട്ടെ. തമാശ കളിക്കരുത് കാര്യം പറഞ്ഞ മോഹൻലാല് പട്ടാളത്തിൽ എടുത്തേക്കുന്ന അതിനാന്നാ പറയുന്നത്, യുവാക്കൾക്ക് ആകർഷിക്കാൻ. അപ്പൊ അതിനാണ് മോഹൻലാൽ പോകുന്നത്. അപ്പൊ മമ്മൂട്ടി ജിഹാദാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പട്ടാളത്തോട്ടായാലും ആരും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, കുറെ ആൾക്കാർ ചിലപ്പോൾ മതം മാറി ജിഹാദികളായിട്ട് പോകും. അതല്ല, അങ്ങനല്ല. താൻ ആലോചിക്കുക, ഇവിടെ മമ്മൂട്ടി മോഹൻലാലിനെ ഇങ്ങനെ കേണലാക്കിയേക്കുന്നത് പട്ടാളത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്.
അതിനിടയ്ക്ക് മമ്മൂട്ടി ജിഹാദിയാന്നും പറഞ്ഞ് കുറെ പേര് വരുന്നു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ കാണും, ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. അവർ നോക്കുമ്പോ മോഹൻലാൽ എന്ന് പറയുന്ന ആൾ ഈ പട്ടാളത്തിലോട്ടൊക്കെ വേണോ അങ്ങോട്ട് പോകണ്ടെന്ന്. ഇതാ കുറച്ചുകൂടി കൊള്ളാവുന്ന സേഫ് എന്നല്ല, കുറച്ചുകൂടി കൊള്ളാവുന്ന പരിപാടിയാ. പരിപാടി കാണുമ്പോഴേ അറിയാലോ ഓരോരുത്തരുടെ. ഓ ഇത് ശരിയാകത്തില്ലെന്ന്, മറ്റെന്തോ ഒരു അലമ്പ് കേസാന്ന് തോന്നുന്നു. ഞാൻ ഈ ഇന്ത്യൻ ആർമിയുടെ ഒരു അവസ്ഥ ആലോചിക്കുന്നത്. അല്ലെന്നെ മോഹൻലാലിനൊക്കെ വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോടെ. മമ്മൂട്ടി കൊണ്ട് നിർത്തിയിരുന്ന പിന്നെയും പ്രയോജനം. അപ്പഴാ ജിഹാദി ആക്കാൻ വന്നേക്കുന്നു. അയ്യോ 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 നല്ല തീട്ട പരിപാടിയാണ്. അയ്യോ ഭയങ്കര ഐഡിയ ആയി പോയി കേട്ടോ. മാത്രമല്ല ഏറ്റില്ലെന്ന് മാത്രമല്ല, മറ്റേ ഇതില് പറഞ്ഞ പോലെ സ്വാമിയേ ശരണയ്യപ്പോ ഏറ്റില്ല എന്ന് പറഞ്ഞ പോലെ സാധനം ചീറ്റില്ല, വെള്ളത്തിൽ കുതുന്ന പടക്കം വെള്ളത്തിൽ വിട്ട വാളി പോലെ ആയിപ്പോയാ. പരിപാടി ഏറ്റില്ല വിട്ടോ. അതെ അതെ ശരിയാ കേട്ടോ. പൊക്കോ എല്ലാം കിട്ടിയെങ്കിൽ അത് മേടിച്ചു അല്ലേ, അതുകൊണ്ട് പോയി കിടന്ന് എന്തേലും ചെയ്യും. പാവപ്പെട്ടവന്മാര് ഏതോ നിവർത്തിയിട്ടവരാ, തീരെ നിവർത്തിയില്ലാത്തവന്മാർ ആരാണ്ട് വന്നതാ. ഒരു ഗതി വരഗതി ഇല്ലാത്തവന്മാര് വന്നേക്കുവാ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ടർബോ അത്ര വലിയ ഗുണമൊന്നുമില്ല. ടർബോ ഗുണമില്ല, ടർബോ ഉദ്ദേശിച്ച പോലെ അല്ല. ടിക്കറ്റ് എടുത്തിട്ട് കാണണമെന്നില്ല. ഞാൻ അങ്ങനെയാന്ന് കേട്ടോ, ഞാൻ പോയില്ല. ടിക്കറ്റ് എടുത്ത് പിന്നെ പോണമെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ച് വേറെ പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതങ്ങ് ഉപേക്ഷിച്ച്. അതൊക്കെ അത്രേ ഉള്ളൂ. പടമൊക്കെ 1-2 ദിവസം കഴിയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. അല്ലാതെ മമ്മൂട്ടി ആളും കൊള്ളാം, മോഹൻലാലും കൊള്ളാം, ഇനി ആരൊക്കെയാന്ന് പറഞ്ഞാലും 2-3 ദിവസം എടുക്കും പടം കാണാൻ. അല്ലാതെ ട്രെയിലർ കണ്ട് സംഭവം കൊള്ളാം, ട്രെയിലർ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല രസമാണ് ട്രെയിലർ കാണാൻ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് പടം കാണാൻ അങ്ങനെ ട്രെയിലർ കണ്ടുകൊണ്ട് ഞാൻ പോകാറില്ല. അപ്പൊ ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെയൊക്കെയാ സംഭവം എന്ന് പറഞ്ഞപ്പോഴേ മതിയായി, അതുകൊണ്ട് പോയില്ല. ഇനിയിപ്പോ മമ്മൂട്ടി ഫാൻസുകാർ വന്ന് എന്നെ തെറി വിളിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വിളിച്ചിട്ട് കാര്യമില്ല. അല്ല ഫാൻസ് കണ്ടോ ഫാൻസിന് കാണാം. ഫാൻസിന് മമ്മൂട്ടിയെ വലിയ താല്പര്യമുള്ളവർക്കൊക്കെ കാണാം, ഇഷ്ടമുള്ളവർക്കൊക്കെ കാണാം, അങ്ങനെ കാണാം. അല്ലാതെ സിനിമ കാണാനായിട്ട് മറ്റേ നമ്മൾ കാര്യമായിട്ടൊരു സിനിമ കാണാൻ പോകുന്നവരെ പോയിരുന്നു കാണാൻ അത്ര ചിലപ്പോ അത് അങ്ങോട്ട് ശരിയാവുന്നു. അങ്ങനെ വല്ല താല്പര്യം ഉണ്ട് ആ പ്രമുഖ ആട്ടോ ഒക്കെ ഒന്നുകൂടെ കണ്ടാൽ മതി. അപ്പൊ അതങ്ങോട്ട് മാറും. അപ്പൊ പ്രശ്നമായി. അത് വേണം. അങ്ങനെ സിനിമയൊക്കെ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മമ്മൂട്ടിയുടെ ഷോ, വയ്യാത്ത ആൾറെഡി, അങ്ങനെ ഈ പ്രായത്തിൽ മമ്മൂട്ടിയെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട് ചിലർക്ക്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്കങ്ങനെ ഈ പ്രായത്തിലുള്ള ആള് മുക്കി കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ല, അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഇത്രയും പ്രായം ചെന്ന ഒരാളെ കൊണ്ട് ഇടിപ്പിക്കുന്ന സീനൊന്നും കാണണമെന്ന് വലിയ ആഗ്രഹമൊന്നും എനിക്കില്ല. ഇതൊന്നും ശരിയല്ല, ഇങ്ങനൊന്നും ജയിക്കാൻ പാടില്ല. ഇത്ര പ്രായമുള്ള മനുഷ്യനെ കൊണ്ട് അതെങ്ങനെ ജയിച്ചതെന്ന് നമുക്കറിയത്തില്ലല്ലോ. എന്തുവാ അയാളാണോ ചെയ്യുന്നത്? ഡ്യൂപ്പുകൾ പാവങ്ങള് അല്ലല്ലോ, ഡ്യൂപ്പ് അല്ലടോ. കൂടുതൽ കാശ് കൊടുത്തിട്ടെ ജയിപ്പിച്ചായിരിക്കും. ആര്? മമ്മൂട്ടി. മോഹൻലാലും അങ്ങനെയാണോ? മോഹൻലാലാ അങ്ങനെ ചെയ്തത്. മോഹൻലാൽ കാശ് കൂടുതൽ കൊടുക്കും നടന്, എന്നിട്ട് പിന്നെ ഡയറക്ടർക്കും കുറച്ച് കാശ് കൊടുക്കും, എന്നിട്ട് ബറോസിന് സിനിമ എടുക്കും. എന്നിട്ട് ഈ സെറ്റിലുള്ള ആർക്കും ഒന്നും കൊടുക്കൊന്നുമില്ല. അധികം പേർക്കും വലിയ കാര്യമൊന്നും. പട്ടിണി എന്നും ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് നടക്കും. എന്നിട്ട് അവര് കണക്ക് പറയും ഭയങ്കര കഷ്ടപ്പാടാ, പിന്നണിയിലുള്ളവർക്ക് ഭയങ്കര കഷ്ടപ്പാടാന്ന്. ശരിയാ കേട്ടോ പറയുന്നത്. ഇതിന്റെ പിന്നണിയിലുള്ളവർക്ക് ഒരുപാട് കഷ്ടപ്പാടാ. ഇവന്മാർക്ക് മാത്രമല്ലേ സുഖമുള്ളൂ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. കാരവാനിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് അതും പറഞ്ഞു വന്ന് എരക്കും. ഉളുപ്പില്ലാത്തവന്മാര്. അയ്യോ അതാണോ ശരിക്കും ഉളുപ്പില്ലാത്തവന്മാര്? ഇതിന്റെ പിന്നിലെ പ്രയത്നം എന്ന് പറഞ്ഞ് വന്നവന്മാരുണ്ടല്ലോ, കള്ളന്മാരാ ഈ പാവപ്പെട്ടവരെന്നും. പാവപ്പെട്ടവര് ഇതുപോലത്തെ പരിപാടി നടത്തുന്ന ഒരാളാണ്, വേറൊരു തരത്തിൽ നടത്തുന്ന ആളാണ് ഫിറോസ്. അതാരാ? ഭയങ്കര കഷ്ടപ്പാടാ മോഹൻലാലിന് കേട്ടോ. ആലും ഒന്ന് പരിപാടി വല്ലതും കൊടുക്കണേ. ശരിയെന്നാ, അപ്പൊ പിന്നെ കാണാം. ബൈ ബൈ.